കൊലോസ്യലേഖനം 1-ാം അധ്യായം 27-ാമത് വാക്യം, 3-ാം അധ്യായം 4-ാമത് വാക്യം സമന്വയിപ്പിച്ചുകൊണ്ട് ക്രിസ്തു പരിജ്ഞാനത്തിൻ്റെ ചില വിചാരങ്ങളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. സന്തോഷമുള്ളവർ ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. നല്ലൊരു ഹല്ലേലൂയ പറ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൊലോസ്യലേഖനത്തെക്കുറിച്ച് ചില വിചാരങ്ങൾ പ്രാരംഭത്തിൽ പറയാം, മറ്റു മുഖവരകളൊന്നുമില്ലാതെ. യുവതിയുവാക്കന്മാർ, അതുപോലെ തന്നെ പിതാക്കന്മാർ, മാതാക്കൾ, ശുശ്രൂഷക വൃന്ദങ്ങൾ, വിവിധ നിലകളിൽ ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന വേദപഠിതാക്കളൊക്കെയുള്ള ഈ സദസ്സുകളോട് കൊലോസ്യലേഖനത്തെ ചില വാക്കുകളിലൂടെ പരിചയപ്പെടുത്തുന്നത് ഉപകാരമായിരിക്കുമെന്ന് ആത്മാവിൽ എനിക്ക് കിട്ടിയ നിയോഗത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. നിരുപാധികം ലേഖനങ്ങളുടെ രാജാവ് എന്നാണ് കൊലോസ്യലേഖനത്തിൻ്റെ ഒരു വെളിപ്പേർ. പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുയേശുവിൻ്റെ ഔന്നത്യം, ഉത്തുംഗപ്രതാപം ഇത്ര ഭംഗിയായി ആവിഷ്കരിച്ചിട്ടുള്ളൊരു ലേഖനമായതുകൊണ്ടാകാം അതിനെ ലേഖനങ്ങളുടെ രാജാവെന്ന് വിളിക്കുക. 4 അധ്യായങ്ങളിലായിട്ട് 3 അതിശ്രേഷ്ഠ വിഷയങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ 3 വിഷയങ്ങളെ ഞാനൊന്ന് തൊട്ടുണർത്താം. 1-ാം അധ്യായം എന്ന് പറയുന്നത് ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, പറ്റുമെങ്കിൽ കുറിച്ചെടുക്കണം. അതല്ലെങ്കിൽ ഈ സന്ദേശം വീണ്ടും നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഒരു നോട്ട്ബുക്ക് കയ്യിൽ വയ്ക്കണം. 1-ാം അധ്യായം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ രക്ഷാനായകൻ, വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ആശയും ആവേശവും പ്രതീക്ഷയും പ്രത്യാശയുമായ ക്രിസ്തുയേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണ്ണതയാണ് 1-ാം അധ്യായം. അത് ഞാൻ പിന്നീട് വിവരിക്കുന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല, പിന്നീട് നമുക്കതിനെ കാണാം. 2-ാം അധ്യായം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രസ്താവിക്കുന്നു. എല്ലാ യൂത്ത്സും ശ്രദ്ധിക്കണം, പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. പഠനകാലത്തിലാണെങ്കിലും ഉപരിപഠന കാലത്തിലാണെങ്കിലും ഉപജീവനത്തിൻ കാലത്തിലാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. കൊലോസ്യലേഖനം 2-ാം അധ്യായം സെൻട്രൽ കൺവെൻഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ചില വിഭവങ്ങൾ കൊണ്ട് മാത്രമേ മടങ്ങിപ്പോകാവൂ. നിങ്ങൾ തുടർന്ന് പഠിക്കാനും ഉപജീവനത്തിൻ്റെ വഴി തേടി പോകുന്ന മേഖലകൾ, ഇന്ത്യയുടെ കോസ്മോപൊളിറ്റൻ സിറ്റികളിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് അടുത്ത രാജ്യത്തേക്ക് പോയാലും കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിൽ 4 മുന്നറിയിപ്പുകൾ, 4 വാർണിംഗ്സ് ടു ദ യൂത്ത്സ്, മറന്നു പോകരുത് ഒരിക്കലും. മമ്മിമാരും പപ്പമാരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോടുകൂടെ ഇപ്പോൾ ഇവിടെ ഇല്ല, അങ്ങ് വിദൂരതയിലാണെങ്കിൽ അവരോടുള്ള ഫോൺ സംഭാഷണത്തിൽ ഈ 4 കാര്യങ്ങൾ അവരെ തെரியപ്പെടുത്തണമെന്നും കൂടെ ശുപാർശ ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ അത്യാത്മിക മണ്ഡലം അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ആർഭാടങ്ങളിലും ആഡംബരങ്ങളിലും മോഹങ്ങളിലും ആമോദങ്ങളിലും ആനന്ദങ്ങളിലും അവർ ആമഗ്നരായിട്ട് സത്യദൈവത്തിൻ്റെ പ്രകാശവും നിയോഗങ്ങളും വചനത്തിൻ്റെ ആധികാരിക വ്യവസ്ഥകളും വിട്ടുപോകാതിരിക്കേണ്ടതിന് എവിടെയായാലും ക്രിസ്തു കേന്ദ്രീകൃതവും ദൈവപ്രസാദ യോഗ്യവും ആത്മനിയോഗിതവും വചനാധിഷ്ഠിതവുമായ ജീവിതം നമ്മുടെ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും നയിക്കണം. അതിന് ഈ 4 മുന്നറിയിപ്പുകൾ അവരെ തെரியപ്പെടുത്തണം. കൊലോസ്യലേഖനം 2-ാം അധ്യായം ശ്രദ്ധിക്കും, ഞാൻ പറയുന്ന 4 വാക്യങ്ങൾ. 2-ന്റെ 4-ാം വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. കണ്ടില്ലേ, മക്കളുമാരെല്ലാവരും കേട്ടോണം. വശീകരണ വാക്കുകൾ നിങ്ങളുടെ നേരെ വരും. നിങ്ങളുടെ ജഡശരീരത്തിൻ്റെ ആകമാനമായിരിക്കുന്ന വിചാര വികാര വിക്ഷോഭങ്ങളെ, ആവേഗ നിയോഗങ്ങളെ ഇക്കിളിപ്പെടുത്തുന്നതോ നിങ്ങളെ ഉലയ്ക്കുന്നതോ നിങ്ങളുടെ ജഡത്തെ വല്ലാതെ തിന്മയിലേക്ക് നിയോഗിക്കുന്നതോ ആയിരിക്കുന്ന വശീകരണ വാക്കുകളും അതിൻ്റേതായിരിക്കുന്ന ഒട്ടനവധി ആവേഗങ്ങൾ നിങ്ങളിലേക്ക് വരാം. പക്ഷേ ചതിക്കപ്പെട്ടു പോകരുത്. കനത്ത മുന്നറിയിപ്പാണ് 2-ന്റെ 4-ാം വാക്യം. പാസ്റ്റേഴ്സിനോട് ഞാൻ ശുപാർശ ചെയ്യുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നൊരു അവധി ദിവസത്തിൽ അവരെ കൂട്ടിയിട്ടൊരു സെമിനാറോ ക്യാമ്പോ നടത്തണം. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിലെ 4 വിചാരങ്ങൾ. ഇവിടെ അതിനെ കൂടുതൽ നേരം നീട്ടിപ്പരത്തി പറയാൻ എനിക്കാവില്ല. ഇനിയും 8-ാമത് വാക്യം നോക്കൂ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. കാലിൻ്റെ നഖത്തിൽ കൊരുത്തെടുത്തുകൊണ്ട് പറന്നകലുന്ന കഴുകനെ പോലെ, കാക്കയെ പോലെ, കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്ന പുള്ളിനെ പോലെയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ ബാംഗ്ലൂർ, പൂനെ, താന, മുംബൈ, കൊൽക്കത്ത, ദില്ലി, വിശാഖപട്ടണം, വിജയവാഡ, അതല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് സെറ്റുകളിൽ നിന്നോ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്നുള്ള പട്ടണങ്ങളിൽ നിന്നോ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിന്ന്, വിശുദ്ധിയിൽ നിന്ന്, ഉപദേശത്തിൽ നിന്ന്, സഭയിൽ നിന്ന് ആരും കവർന്നു കളയാൻ അനുവദിക്കരുത്.
വിവിധ തരത്തിലുള്ളതായിരിക്കുന്ന തത്വജ്ഞാനങ്ങൾ, തീവ്രവാദം, ഭീകരവാദം, മതമൗലികവാദം, അസ്ഥിരതയുള്ള ഒട്ടനവധി വിപ്ലവാശയങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ വേരൂന്നിപ്പോയിട്ട് ആത്മീയത വിട്ടുപോകാൻ സാധ്യതകളേറെയാണ് ഈ കാലഘട്ടം. ഭോഗാലസ്യ ജീവിതമാണ്. കണ്ണിൽ കാണാൻ കഴിയുന്നത്, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്നതിനകത്തൊക്കെ അനാത്മികതകൾ കുത്തിത്തിരികെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗതിവിഗതികളെ മാറ്റാൻ ശ്രമിക്കുന്ന, താളഭംഗം വരുത്താൻ ശ്രമിക്കുന്ന, ദിശാബോധത്തെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുന്നതായ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പറയുക, കവർന്നു കളയപ്പെടാനിടയാകരുത്. മൂന്നാമതൊരു മുന്നറിയിപ്പുണ്ട്. അതതിൻ്റെ 16-ാം വാക്യമാണ്. 2-ാം അധ്യായം 16-ാം വാക്യം. വാവ, ശബത്ത്, തിരുനാൾ, പെരുന്നാൾ, ഭക്ഷണകാര്യങ്ങളിൽ ആരും നിങ്ങളെ വിധിക്കരുത് എന്നതാണ്. ആരാലും വിധിക്കപ്പെടാത്തൊരാത്മീയത. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീര വ്യവസ്ഥിതികളെ സംരക്ഷിക്കുന്നതിൽ ആരും വിധിക്കാനിടയാകരുത്. ഉടുക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, മനസ്സിലായില്ലേ? മുട്ടിത്തട്ടി ഉരുമി ഉരഞ്ഞ് ചാഞ്ഞ് ചരിഞ്ഞ് നടക്കുന്ന മേഖലകളിൽ ആരും നമ്മുടെ തലമുറകളെ വിധിക്കരുത്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മുതിർന്നവർക്ക് വേണ്ടിയാണ്. യൂത്തിനോടാ പുള്ളി പറയുന്നത്. അപ്പോൾ പിന്നെ മൂത്തതായി എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കരുത്. യൂത്ത് പ്ലസ് മൂത്തത്, രണ്ട് കൂട്ടർക്കും കൂടെ പറയുകയാണ്, ആരും നിങ്ങളെ വിധിക്കാൻ പാടില്ല. നീ എന്താ അവിടെ? നീ എന്താ ഇന്നരുടെ കൂടെ? നീ ആ വീട്ടിലുണ്ടായിരുന്നല്ലോ. നീ എന്താ അവൻ്റെ ബൈക്കിൻ്റെ പുറകെ? നീ എന്താണ് അവളുടെ കൂടെ? ഇതൊന്നും ആരും നമ്മളോട് ചോദിക്കാനിടയാകാതെ, ആരുടെയും വിധിപ്രസ്താവത്തിൻ്റെ മുൻപാകെ നമ്മൾ ചളുങ്ങി നിൽക്കാതെ അഭിമാനത്തോടെ അന്തസ്സോടെ നെഞ്ചുവിരിച്ച് നിൽക്കാൻ കഴിയുന്നതാണ് ക്രൈസ്തവീയത. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും പിന്നെ സന്നദ്ധനി സംഘത്തിൻ്റെയും പിന്നെ പീലാത്തോസിൻ്റെയും പിന്നെ ഹെരോദാവിൻ്റെയും, അത് കഴിഞ്ഞ് വീണ്ടും പീലാത്തോസ് 2-ാം റൗണ്ടും വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കാണാത്തവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ കുറ്റമില്ലാത്ത രക്തത്താൽ കഴുകപ്പെട്ട നമ്മൾ വേറെ ആരുടെയും മുമ്പിൽ ചളുങ്ങി നിൽക്കാൻ പാടില്ല. പെന്തക്കോസ്തിനൊരു തനത് സംസ്കാരമുണ്ട്. ആ സംസ്കാരമെന്ന് പറയുന്നത് തീറ്റയുടെയും കുടിയുടെയും ഏതെങ്കിലും വസ്ത്രധാരണത്തിൻ്റെയും ആരുടെയെങ്കിലുമൊക്കെ ഇക്കിളിപ്പെടുത്തുന്ന വിചാരങ്ങളുടെ മുമ്പിൽ ഉലഞ്ഞു പോകുന്നതല്ല. അങ്ങനെയുള്ള ഒരാത്മീയതയുടെ ഉടമകളായി മാറണം. അതാണ് വിധിക്കപ്പെടരുത് എന്നുള്ള സംഗതി. ഇനി അതിൻ്റെ 18-ാം വാക്യം, 2-ന്റെ 18-ാം വാക്യം. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവരാരും നിങ്ങളുടെ വിരുത് തെറ്റിക്കരുത് എന്നതാണ്. തലയെന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ക്രിസ്തുവാണ് തല. അതിന് ഉജ്ജ്വലമായൊരു വേദഭാഗമുണ്ട്. ഏതാണെന്നറിയാമോ? എഫെസ്യ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യം. സകലത്തെയും അവൻ്റെ കാൽക്കീഴിയാക്കി വെച്ച് അവനെ സകലത്തിനും തലയാക്കി എല്ലാം മറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവൻ്റെ ശരീരമായി സഭയ്ക്ക് അവനെ തലയാക്കി വെച്ചുമിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവാണ് തല, വേറൊരു തലയില്ല നമുക്ക്. ക്രിസ്തുവാണ് തല. ആ ക്രിസ്തുവെന്ന തലയോട് നാം യുക്തമായി ഏകീഭവിക്കണം. എന്നിട്ട് തലയിൽ നിന്ന് ലഭിക്കപ്പെട്ട നിയോഗ നിർബന്ധങ്ങളെയും ആവേഗങ്ങളെയും നാം ഏറ്റെടുക്കണം നിരുപാധികമായി. ഉദ്ദണ്ണത്താലോ നിർബന്ധത്താലുമല്ല, നിരുപാധികമായി ഏറ്റെടുത്തുകൊണ്ട് അഭിമാനത്തോടെ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയണം. ഒരു ടാർഗറ്റുണ്ട് നമുക്ക്, ഒരു ലക്ഷ്യമുണ്ട്, അവിടെ എത്താൻ കഴിയണം. യൂദായെപ്പോലെ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറിപ്പോകരുത്. കൃപാവരപ്രാപ്തനായ പൗലോസിനോടൊപ്പം നടന്ന ദേമാസ് ലോകത്തെ സ്നേഹിച്ച് വഴിമാറിപ്പോയി. അനന്യാസും സഫീറയും ഇടവഴിയിൽ വെച്ച് പതറി വീണുപോയി. ഹുമനിയോസ്, ഫെലേത്തോസ് അടക്കമുള്ളവർ വിശ്വാസക്കപ്പൽ തകർന്ന് അന്യാധീനപ്പെട്ടു പോയവരാ. ഇങ്ങനെ വീണ് തകർന്നു പോയ നിരവധി ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ടൊരു ഭക്തനായി മനുഷ്യൻ പറയുന്നു, ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, ഞാൻ തികച്ചു, ഞാൻ പൊരുതി തീർത്തു എന്ന് പറയാൻ കഴിയുന്ന ആ വാചകം അതേ തനിമയോടെ നെഞ്ചുറപ്പോടെ പറയാൻ ഇനി നമ്മളെക്കൊണ്ട് കഴിയണം. ആരൊക്കെ വീണുപോയി, ആരൊക്കെ താണുപോയി, ആരൊക്കെ തകർന്നുപോയി, ആരൊക്കെ ഏതെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കി, അതൊന്നും നമ്മുടെ വിഷയമല്ല. കർത്താവ് നാം തമ്മിലുള്ള ആന്തരിക രമ്യതയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അതാണ് 2-ാം അധ്യായം 18-ാമത് വാക്യം. ഈ 4 ചിന്തകൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യെസ്. കൊലോസ്യ ലേഖനം അടുത്ത വിഷയം 3-4 അധ്യായങ്ങളിലാണ്. 3-4 അധ്യായങ്ങളിൽ ഒറ്റക്കാര്യം പറയുന്നു: സ്നാനം, സ്നാനാനന്തര ധർമ്മകർമ്മങ്ങൾ. സ്നാനപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, സ്നാനപ്പെട്ടവൻ എന്ത് തള്ളണം, എന്ത് കൊള്ളണം, എന്ത് വേണ്ട അവൻ, എന്ത് വേണം അവന്, എന്താകണം അവൻ, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകരുത് എന്നിത്യാദി വകഭേദങ്ങൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള 2 അധ്യായങ്ങളാണ് കൊലോസ്യ ലേഖനം 3-4 അധ്യായങ്ങൾ. ഞാൻ വേഗമൊന്ന് പറയാം. ആ അധ്യായങ്ങളെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടാകണം. ഇതൊരു സെൻട്രൽ കൺവെൻഷനായിട്ട് തുറന്നു പറയുക, ശ്രദ്ധിക്കണം. നാളെ 10 മണിക്ക് സ്നാനമുണ്ട്. സ്നാനത്തിന് പേര് തന്നവരെല്ലാം 8 മണിക്ക് തന്നെ സഭാ ഹാളിൽ ഹാജരാകണം. കേട്ടിട്ടുണ്ടോ അങ്ങനെ അനൗൺസ്മെൻറ്റ്?
നാളെയുള്ള കാര്യമല്ല പറയും, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. സാധാരണ സെൻട്രൽ കൺവെൻഷനൊക്കെ അങ്ങനെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. സ്നാനം നാളെ 10 മണിക്കാണ്. സ്നാനത്തിന് പേര് തന്നവരൊക്കെ എത്ര മണിക്ക് വരണം? 8 മണിക്ക്, 2 മണിക്കൂർ മുമ്പേ വരണം. എന്താ കാരണമെന്നറിയാമോ? സ്നാനത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായൊരു ക്ലാസ് ഉണ്ട്. സ്നാനം എന്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാൽ, എപ്പോഴാണ്, അതിനകത്ത് ദൈവശാസ്ത്രം എന്താണ് എന്നിത്യാദി വസ്തുതകൾ പഠിപ്പിക്കാനാണ്. അവസാനത്തെ ക്ലാസ്സും കഴിഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ജയം ജയം ഹല്ലേലൂയ പാട്ടും പാടി തമ്പറും തല്ലി നമ്മൾ പോവുകയാണ് കുളത്തിലോട്ടോ ആറ്റിലോട്ടോ ഒക്കെ. അവിടെ പോയി അവരെ സ്നാനപ്പെടുത്തിയിട്ട് തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് വരും. പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സ്നാനക്കടവിൽ എവിടെയെങ്കിലും വെച്ച് സ്നാപകൻ അല്ലെങ്കിൽ അതിന് കാർമ്മികത്വം വഹിച്ച ദൈവദാസൻ, അതിന് മേൽനോട്ടം വഹിച്ച മറ്റ് ദൈവദാസന്മാരാരെങ്കിലും സ്നാനക്കടവിൽ ഒരു അനൗൺസ്മെൻ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടവരാരും ഇനി അങ്ങും ഇങ്ങും ചിതറിപ്പോകരുത്, നിങ്ങൾക്ക് ഒരു ക്ലാസ് കൂടെയുണ്ട്. അങ്ങനെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉപ്പ് തറയിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ കുഴപ്പമുണ്ട് ദൈവസഭയ്ക്ക്. സ്നാനം എന്താണ് നമ്മളെ പഠിപ്പിച്ചാൽ കൊണ്ടുപോയത്, പക്ഷേ സ്നാനപ്പെട്ട ശേഷം ഇനി എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിക്കുവാനുള്ള 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം. ഈ 3 അധ്യായങ്ങൾ സ്നാനാനന്തര ജീവിതത്തിൻ്റെ ധർമ്മകർമ്മങ്ങളാണ്. ഉദാഹരണം ഞാൻ പറയും. റോമാലേഖനം 6-ാം അധ്യായം എടുത്ത്, റോമാലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം, 6-ാം വാക്യം, 12-ാം വാക്യം. റോമർ 6:2. ഇനി പാപത്തിൽ ജീവിക്കരുത്. സ്നാനപ്പെട്ടവനോട് പറയുക, ഇനി എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ ബാപ്റ്റിസം, സ്നാനപ്പെട്ടു താങ്കൾ, ഇനി പാപത്തിൽ ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുന്നതിന് മുൻപ് താങ്കൾ പാപത്തിലായിരുന്നു. താങ്കളുടെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സകല സംഗതികളും പാപത്തിലെ തോണ്ടി പൊക്കൊണ്ടിരുന്നത്. താങ്കളുടെ കഴിപ്പും കുടിപ്പും ഉടുപ്പും നടപ്പും പോക്കും വരവും കൊടുത്തത് വാങ്ങിയതെല്ലാം പാപമയമായിരുന്നു. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി ജീവന്റെ പുതുക്കത്തിലേക്ക് ഉയർന്നു വന്നു. ഇനി പാപത്തിൽ ജീവിക്കരുത്. ഇനി എന്ന പദം ശ്രദ്ധിക്കണം. സ്നാനപ്പെട്ടവൻ അറിയേണ്ട കാര്യമാണ്. ഇനി പാപത്തിൽ ജീവിക്കരുത്. 6-ാമത് വാക്യം കണ്ടോ? ഇനി പാപത്തിന് അടിമപ്പെടരുത്. സ്നാനപ്പെട്ടവൻ കേൾക്കണം. സ്നാനപ്പെട്ട ഉടനെ തന്നെ കേൾക്കണം. അത് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ആലയത്തിൽ വന്നിരിക്കുമ്പോൾ അവരുടെ വായിലേക്ക് കർത്തൃമേശയുടെ അപ്പവും വീഞ്ഞും കൊടുക്കുന്നതിന് മുമ്പ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഈ 3 വാക്യങ്ങൾ കൊടുക്കണം. ഇനി പാപത്തിനടിമപ്പെടരുത്. സ്നാനപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ നിലവാരം സമൂഹം കണ്ട് അത്ഭുതപ്പെടണം. അതാണ് 6-ാമത് വാക്യം. 12-ാം വാക്യം കണ്ടോ? ഇനി പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ വാഴരുത് എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ ശരീരങ്ങളുടെ സമസ്ത മേഖലകളിലും, അസ്ഥിവ്യൂഹങ്ങളിൽ, മാംസപേശികളിൽ, അവയവ വ്യവസ്ഥിതികളിൽ മുഴുവനും, ചിന്താമണ്ഡലത്തിലെല്ലാം പാപം വാണിരുന്നു. ഇനി പാപം വാഴാൻ അനുവദിക്കരുത്. ഈ 3 കാര്യങ്ങൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച്. അപ്പോൾ സ്നാനാനന്തരം ഒരു ക്ലാസ് വേണം. ഇനി കൊലോസ്യ ലേഖനത്തിലേക്ക് വാ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം, 4-ാം അധ്യായം സ്നാനാനന്തര ജീവിതത്തിൻ്റെ അനുഗ്രഹിത നടപടിക്രമങ്ങളാണ്. പെന്തക്കോസ്ത് അത് പാലിച്ചേ പറ്റുള്ളൂ. അത് പാലിച്ചില്ലെങ്കിൽ സാധാരണക്കാരനും പെന്തക്കോസ്തുകാരനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് വരും. സ്നാനപ്പെട്ട് മുങ്ങിപ്പൊങ്ങിയവൻ ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഉപദേശ സംഹിതകളുടെ ട്രാക്ക് വിടാതെ പോകണം. 3-ാം വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? 3-ഉം 4-ഉം അധ്യായം സ്നാനപ്പെട്ടവരോടുള്ള ഉപദേശമാണെന്നുള്ളതിൻ്റെ തെളിവാണ് 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, അത് മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പല്ല, പാപത്തിൽ നിന്ന് നമ്മൾ ഉയർത്തു പൊങ്ങി എന്നുള്ള സ്നാനം, ക്രിസ്തുവിൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം, അത് നിങ്ങൾ അനുഭവിച്ചു, ഉയർത്തു പൊങ്ങി എങ്കിൽ ഇനി പറയുന്നത് ഉത്തരവാദിത്വമാണ്. 1-ാം വാക്യത്തിൽ പറയുന്നു ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 2-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും ഒന്നാകണം. മലയാള ബൈബിളിൽ ഉയരത്തുള്ളത് ചിന്തിക്കണമെന്നുള്ള, പക്ഷേ യഥാർത്ഥ ഭാഷ്യം ഇങ്ങനെയാണ്: സെറ്റ് യുവർ മൈൻഡ് ഓൺ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ട് പൊങ്ങിയവൻ്റെ മനസ്സ് വേറെ ഏതെങ്കിലും ആകരുത്, ക്രിസ്തുവിൻ്റെ മനസ്സായി മാറണം. 1 കൊരിന്ത്യർ 2:16 നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സ് കുശുമ്പിൻ്റെ, കുന്നായ്മയുടെ, ഈർഷ്യയുടെ, പകയുടെ, പിണക്കത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ, കോപത്തിൻ്റെതല്ല, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, മനസ്സിലായോ, ക്ഷമയുടെ ഒക്കെ മനസ്സാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. അവൾ സ്നാനപ്പെട്ടവൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ. അതാണ് 2-ാം വാക്യം. 5-ാം വാക്യം പറയുന്നത് ദുർനടപ്പടക്കമുള്ള നിങ്ങളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ മരിപ്പിക്കണം. 8-ാം വാക്യം പറയുന്നു ദുർഭാഷണം അടക്കമുള്ള സകലതും വായിൽ നിന്ന് വിട്ടുകളയണം. 9-ാം വാക്യം പറയുന്നു പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. 10-ാം വാക്യം പറയുന്നു പുതിയ മനുഷ്യനെ ധരിക്കണം. 13-ാം വാക്യം പറയുന്നു ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളെല്ലാവരും തമ്മിൽ എന്തോ ചെയ്യണം? ക്ഷമിക്കണം. 15-ാം വാക്യം പറയുന്നു ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി വസിക്കണം.
16 വാക്യം പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാസം ചെയ്യണം. 17 മുതൽ 4:1 വരെ പറയുന്നത് സന്തുഷ്ടമായ കുടുംബജീവിതത്തിൻ്റെ മനോഹാരിതയാണ്. ഉത്തമയായ ഭാര്യയാകണം, ഉത്തമ ഭർത്താവാകണം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് 4:1 വരെ പറയുക. 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കൊണ്ട് പറയുന്നത് നല്ല യജമാനനാകണം, നല്ല യജമാനത്തിയാകണം, നല്ല ദാസൻ നല്ല ദാസിയാകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു ടു ദ സൊസൈറ്റി, സമൂഹത്തിൽ നാം ഉന്നത ആത്മിക മൂല്യമുള്ളവരാകണം. 6-ാം വാക്യത്തിൽ പറയുന്നു കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും മാത്രം സംസാരിക്കണം സ്നാനപ്പെട്ടവർ. ഇതാണ് സ്നാനാനന്തര ജീവിതത്തിൻ്റെ ധർമ്മകർമ്മം. തീർന്നില്ല. 4-12 വാക്യം പറയുന്നു തികഞ്ഞവരാകണം, ദൈവഗീത സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമാകണം. കണ്ടില്ലേ, പെന്തക്കോസ്ത് ഉപദേശത്തിൽ സ്നാനമെന്ന് പറയുന്ന വിഷയത്തിൻ്റെ മനോഹാരിതയും അതിൻ്റെ ഉത്തരവാദിത്വം ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതാണ് കൊലോസ്യ ലേഖനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഇനി നാം 1:27 വരുന്നു. വചനമല്ലാതെ, ക്രിസ്തുവിനെ അല്ലാതെ നമ്മൾ വേറെ ഒന്നും കേൾക്കില്ല. ക്രിസ്തുവിനെ മാത്രം പഠിക്കുക, വചനത്തിൻ്റെ ആധികാരികതയിൽ നമ്മുടെ പ്രാണനാഥനെ വീണ്ടെടുപ്പുകാരനെ ആഴത്തിൽ അറിയുക. അതിനുവേണ്ടിയാണ് ഇന്ന് രാത്രിയിൽ നാം അവിടെ കൂടിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായം അതിൻ്റെ 27-ാമത് വാക്യം പറയുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. ക്രിസ്തുവിന് മഹത്വമുണ്ടെന്ന് എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ മഹത്വം അതാദ്യം പ്രതിപാദിക്കപ്പെടേണ്ട കാര്യമാണ്. ക്രിസ്തുവിൻ്റെ മഹത്വം വിഷയപഠനത്തിന് ഞാനതിനെ 2ആയി തിരിക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന വിഷയത്തെ ആഴത്തിൽ പഠിക്കാൻ ഞാനതിനെ 2ആയി വിഭജിക്കുന്നു. 1 മനുഷ്യത്വത്തിൻ്റെ മഹത്വം, 2 ദൈവത്വത്തിൻ്റെ മഹത്വം. കണ്ടില്ലേ, 2 കാര്യങ്ങൾ ഓർത്തിരുന്നോണം. യൂത്ത്സ് പ്രത്യേകം ശ്രദ്ധിച്ചോണം. 33.5 വയസ്സ് വരെ ഈ പാർത്തലത്തിൽ ജീവിച്ച ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം അറിയണം. ഉപ്പുതറ നിവാസികൾ മുഴുവനും അറിയണം. താങ്കളുടെ പ്രത്യയശാസ്ത്രം, രാഷ്ട്രീയ മീമാംസ, താങ്കളുടെ രാഷ്ട്രീയ ബോധം, കഴിഞ്ഞ ഇലക്ഷനിൽ താങ്കളുടെ സമ്മതിദാനാവകാശം ആഞ്ഞുറപ്പിച്ചത് ഏത് ചിഹ്നത്തിലുമാകട്ടെ, ഏത് പാർട്ടിക്കുമാകട്ടെ, അതൊന്നും സുവിശേഷം കേൾക്കുന്നതിന് തടസ്സമല്ല. ഉദ്ദിഷ്ടകാര്യങ്ങളുടെ ലബ്ധിക്ക് വേണ്ടി താങ്കൾ ആരാധിക്കുകയും ആശ്രയിക്കുകയും താങ്കൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളും ഒക്കെ വ്യത്യസ്തമാകാം. പക്ഷെ അതൊന്നും സുവിശേഷം കേൾക്കുന്നതിന് തടസ്സമല്ല. അതുകൊണ്ട് ആക്സിലേറ്റർ കാലമർത്തി അങ്ങ് വിട്ടുപോകാതെ, നടന്ന് വീട്ടിലേക്ക് ഓടിപ്പോകാതെ, ഈ ശബ്ദം കേൾക്കാൻ പാകമായിടത്ത് അല്പസമയം നിൽക്കണം. ഞാൻ വേഗം എൻ്റെ പ്രമേയം അവസാനിപ്പിക്കാം. പക്ഷേ ഈ ചിന്ത നിങ്ങൾ കേൾക്കാതെ പോകരുത്. ക്രിസ്തു യേശുവിൻ്റെ മഹത്വം, അതിലാദ്യം ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ്. എന്താ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വം? അടുത്തത് പറയാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമാണ്. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. ഞങ്ങൾക്കൊക്കെ പ്രചോദനമായി ഞങ്ങളുടെ സെൻട്രൽ മിനിസ്റ്റർ ഏത് പ്രസംഗ ഇടത്തും ഏത് കവലയിലും ക്രിസ്തുവിനെയാണ് ഉയർത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊരു പ്രചോദനവും ഞങ്ങൾക്കൊരു ദിശാബോധവുമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ക്രിസ്തുവിനെ അല്ലാതെ ഏലിയാവിനെയും ഗോലിയാത്തിനെയും ജിംജോനെയും ഒന്നും ഞങ്ങൾക്കിവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. വേറെ ചരിത്രം നീട്ടിപ്പരത്തി പറഞ്ഞുകൊണ്ട് നിന്നതിൻ്റെ കാര്യവുമില്ല. ഇവിടെ അറിയേണ്ടതും അറിയിക്കേണ്ടതും ക്രിസ്തു മാത്രമാണ്. സോള ക്രിസ്റ്റോസ് എന്ന് പറയുന്നൊരു തത്വമുണ്ട്. ക്രിസ്തു മാത്രം ആയതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരിക. പൊതുവിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഞാൻ പൊതുവിചാരം എന്ന നിലയിൽ പറയാം. ഇനി പറയാൻ പോകുന്ന ഈ പൊതുവിചാരം കഴിഞ്ഞാൽ പിന്നീട് മനുഷ്യത്വത്തിൻ്റെ തിളക്കം വചന വെളിച്ചത്തിൽ പറയാം. ദൈവത്വത്തിൻ്റെ മഹത്വവും വാക്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ആ മഹത്വത്തിൻ്റെ പ്രത്യാശ, ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ എന്താണെന്ന് പറയാൻ പോവുക. അപ്പോഴേക്കും എനിക്ക് അനുവദിച്ച സമയത്തിൻ്റെ ആ പരിമിതിയിലേക്ക് എത്തും. വേഗം കേൾക്കണം. ക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്ന് ഉപ്പുതറ പൊതുവിൽ അറിയണം, എല്ലാവരും അറിയണം, സമസ്ത ജനാബലിയും അറിയണം. ജാതിമത വർണ്ണവർഗ കുല കുടുംബ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഉടമയെന്നോ അടിമയെന്നോ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ അമേരിക്കക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ ഇന്തോനേഷ്യക്കാരനെന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും അറിയണം ക്രിസ്തുവിൻ്റെ മഹത്വം. ചില പൊതുവിചാരങ്ങൾ 1, 2, 3, 4 എന്നക്കമിട്ട് പറയുക. ഒന്നാമത്തേത്, ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല ക്രിസ്തു. ക്രിസ്തുവാണ് ഏക സത്യ ദൈവം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? കേൾക്കുമ്പോൾ വൈകാരിക വിദ്വേഷമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതാണ് യാഥാർത്ഥ്യം.
വേദപുസ്തകത്തെ നെഞ്ചോടടുപ്പിച്ചിട്ട് ഞങ്ങൾക്ക് മുൻപോട്ട് വീണ് ചാകേണ്ടി വന്നാലും പറയാനുള്ള തീക്ഷ്ണമായ, തീവ്രമായ, ദീപ്തമായ ആശയമാണ് ക്രിസ്തുവിനെ കുറിച്ച്. ക്രിസ്തു ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദൈവമല്ല, ഏക സത്യ ദൈവമാണ്. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണ സമ്പൂർണൻ, പരമകാരുണികൻ, മഹോന്നതൻ, മഹത്വ സിംഹാസനസ്ഥൻ. ഇതൊക്കെയാണ് ദൈവത്വ ഗുണമെന്ന് പറയുന്നത്. ആരും ഉണ്ടാക്കാതെ ഉണ്ടായവൻ എന്നുമല്ല, അതും തെറ്റാകും. ആരും ഉണ്ടാക്കിയിട്ടുണ്ടായതാകരുത്, സ്വയം ഉണ്ടായതാകരുത്, പിന്നെ ഉള്ളവനാകണം ദൈവം. അതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. പക്ഷേ യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ബത്ലഹേമിൽ തുടക്കമുണ്ട്, ഗോൽഗോഥായിൽ ഒടുക്കമുണ്ട്. അത് മനുഷ്യത്വത്തിൻ്റെ മാത്രമാണ്. പക്ഷേ ക്രിസ്തു ആരാധ്യനാകുന്നത് അനാദിയായി, നിത്യനായി നിലകൊള്ളുന്നവൻ എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹിതമായ അസ്തിത്വം എന്ന് പറയുന്നത് ദൈവങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദൈവമല്ല. കോടാനുകോടി ദൈവങ്ങളെ കാട്ടിത്തരാനുണ്ടാകാം. പക്ഷേ ഞങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും വേദപുസ്തകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയാനുള്ളത് ഏക സത്യ ദൈവം ക്രിസ്തു മാത്രമാണ്. അത് അംഗീകരിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ചിന്ത കേൾക്കണം. പൊതുവിചാരങ്ങൾ രണ്ടാമത്തേത്, കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല ക്രിസ്തു. ക്രിസ്തുവാണ് ഏക കർത്താവ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒട്ടനവധി കർത്താക്കന്മാരുണ്ട്. ആരോഗ്യമുള്ള ഉരുക്കുമുഷ്ടി കൊണ്ട് ഉലകം ചമയ്ക്കാൻ വ്യഗ്രപ്പെട്ടിട്ടുള്ള വമ്പൻ താരങ്ങൾ ചരിത്രത്താളുകൾ നിരന്നു നിൽക്കുന്നുണ്ട്. അങ്ങ് നിമ്രോദ് മുതൽ ഇങ്ങോട്ട് അങ്ങ് ട്രംപ് വരെയുള്ള വമ്പൻ താരങ്ങൾ, മൺമറഞ്ഞു പോയവരും ഇന്നും നെഞ്ചു വിരിച്ച് കടാമുട്ടന്മാരായി നിൽക്കുന്ന വമ്പൻ താരങ്ങളുണ്ട്. അവരൊക്കെ കർത്താക്കന്മാരാ. ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ, ഒരു പാർട്ടിയുടെ, ഒരു മതത്തിൻ്റെ, ഒരു ജനസംഘ ശക്തിയുടെ കർത്താക്കന്മാർ നിരവധി പേരുണ്ട്. എന്നാൽ ഈ കർത്താക്കന്മാരുടെ എല്ലാം ഇടയിൽ തോൾ മുതൽ പൊക്കമേറിയ ഒരേ ഒരു കർത്താവുണ്ട്. ഈ പറഞ്ഞ കർത്താക്കന്മാരുടെ എല്ലാം മുട്ടുമടങ്ങുന്നതും അവരുടെ നാവ് ഏറ്റുപാടുന്നതുമായ ഒരേ ഒരു കർത്താവേ ഉള്ളൂ. ആ കർത്താവാണ് ക്രിസ്തു യേശുവെന്ന് ഞാൻ പറഞ്ഞാൽ ആ കർത്താവിന് സ്തോത്രം പറയാൻ, ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താൻ എത്ര പേർക്ക് കഴിയും? ക്രിസ്തു കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, ഏക കർത്താവാണ്. മൂന്നാമത്തെ ചിന്ത കേൾക്കണോ? ക്രിസ്തു രക്ഷകന്മാരുടെ കൂട്ടത്തിലൊരു രക്ഷകനല്ല, ഏക രക്ഷകനാണ്. അത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ബൗദ്ധിക ചിന്താഗതി, സൈദ്ധാന്തിക മേഖലകളിലൊക്കെ അല്പം വിദൂരമായി യാത്ര ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. പാർട്ടിയുടെ പ്രബുദ്ധത, മതത്തിൻ്റെ പ്രബുദ്ധത, സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഉള്ള ആളുകൾക്ക് ഏകരക്ഷകനാണ് ക്രിസ്തുവെന്ന് കേൾക്കുമ്പോൾ ഒരുമാതിരി കോപാവേശം എന്നോടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് മുഴുവനും കേൾക്കണം. ഏകരക്ഷകനാണ് ക്രിസ്തുവെന്ന് ഞാൻ പറയുന്നതിൻ്റെ ആധാരം വിശുദ്ധ ബൈബിളാണ്. ഒത്തിരി രക്ഷകന്മാരെ ചരിത്രബോധമുള്ള എനിക്ക് നിഷേധിക്കാനാവില്ല. നമുക്ക് വേണ്ടുന്നതായ പുരോഗമനാശയങ്ങൾ നൽകി തന്നവർ. ഈ അക്ഷരാധികാരം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഭാഷാധികാരം, കീർത്തനാധികാരം, രണ്ട് പാട്ടെഴുതണമെന്നൊക്കെ വെച്ചാൽ അതിൻ്റെ അധികാരം സവർണ മേധാവിത്വത്തിന് മാത്രമുണ്ടായിരുന്നു. അക്ഷരം പഠിക്കാൻ ഒരുമാതിരിപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന കാലത്ത് എല്ലാവരും അക്ഷരം പഠിക്കണം, അറിവ് സമ്പാദിക്കണമെന്നൊക്കെ പറഞ്ഞ് സാമൂഹ്യ പരിഷ്കർത്താക്കളായി നിരവധി രക്ഷകന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് പള്ളിക്കൂടത്തിൽ പോകാനുള്ള അവകാശങ്ങളും അവസരങ്ങളും ഒക്കെ ലഭിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളിക്ക് അർഹമായി കൂലി കൊടുക്കാതെ തമ്പ്രാൻ പിടിച്ചു വെച്ചിരുന്നു. പൊഴിഞ്ഞു വീണിട്ട് തേങ്ങ എടുത്തു കൊടുത്തിട്ട് ഇതേ ഉള്ളൂ ഇന്നത്തെ കൂലി, കൊണ്ടുപോക്കോ. നാഴിയൂരി അരി കൊടുത്തിട്ട് അല്ലെങ്കിൽ നെല്ല് കൊടുത്തിട്ട് കിളച്ചെടുത്ത് ചേമ്പോ ചേനയോ കൊടുത്തിട്ട് ഇതാണ് ഇന്നത്തെ കൂലി എന്ന് പറയുമ്പോൾ ഓംബ്ര എന്ന് പറഞ്ഞ് പോകുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അതേ തൊഴിലാളിയോടും മുതലാളിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി എൻ്റെ കൂലി ഇത്രയാണ്, തന്നേ പറ്റൂ എന്ന് പറയാൻ പ്രബുദ്ധതയുണ്ടാക്കിയ നിരവധി സാമൂഹ്യ രക്ഷകന്മാരുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അവരെയൊക്കെ ആദരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദരിക്കുക മാത്രമല്ല, ആരാധിക്കുകയും കൂടെ ചെയ്യുന്ന ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. എന്താ ആരാധിക്കുന്നതെന്നറിയാമോ? ഈ രക്ഷകന്മാരെല്ലാം നമുക്ക് അക്ഷരാഭ്യാസം തന്നപ്പോൾ, ഈ രക്ഷകന്മാരെല്ലാവരും നമുക്ക് ജീവിക്കുവാനുള്ള പുതിയ നവീന പാഠങ്ങൾ തന്നപ്പോ, ദേ ഞാൻ ഈ പറയുന്ന രക്ഷകൻ ദൈവക്രോധാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച രക്ഷകനാണ്. പാപത്തിന്റെ പിടിയിൽ നമ്മെ രക്ഷിച്ച ഏകരക്ഷകനാണ്. ദൈവത്തിന്റെ കോപത്തിൻ്റെതായിരിക്കുന്ന ന്യായവിധിയുടെ കടോര ഖഡ്ഗം നമ്മുടെ പ്രടലിക്ക് വന്ന് വീഴാതിരിക്കാൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ പടഞ്ഞു മരിച്ച ഒരേ ഒരു രക്ഷകൻ, തൻ്റെ അവസാനത്തെ തുള്ളി രക്തവും കൂടെ നമുക്ക് ഊറ്റിത്തന്നുകൊണ്ട് നമ്മെ ജീവനിലേക്ക് നടത്തിയ ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. ആ രക്ഷകനല്ലാതെ വേറൊരുവനില്ല. അതുകൊണ്ട് യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, യേശു ഏകരക്ഷകനാ. സമ്മതിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം.
ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ബോക്സിൻ്റെ വയറ് കട്ട് ചെയ്ത് വിട്ടാൽ ഇനിയും ബോക്സ് മൊത്തത്തിൽ അങ്ങ് പൊക്കി എടുത്തുകൊണ്ട് പോയാലും ഈ സൗണ്ടുമായിട്ട് വന്നവർക്ക് ഞങ്ങൾ അതിൻ്റെ പൈസ കൊടുത്തോളാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ വിളിച്ചിട്ട് അവർ വന്നതല്ലേ. ഇത് കട്ട് ചെയ്ത് വിടുക അല്ലെ ഇത് പൊക്കി എടുത്തുകൊണ്ട് പോയാലും ഇത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല സുഹൃത്തെ. ഞങ്ങളിൽ 10 എണ്ണത്തെ അങ്ങ് വകവരുത്തിയാലും ഞങ്ങളുടെ തലമുറകൾ ഇതേ ആർജവത്വത്തോടെ എഴുന്നേറ്റ് നിന്ന് ക്രിസ്തുവിനെ പ്രസംഗിക്കും. ഞങ്ങളുടെ പാട്ട് ക്രിസ്തുവാണ്, ഞങ്ങളുടെ പ്രസംഗം ക്രിസ്തുവാണ്. കേൾക്കാൻ താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ പൊയ്ക്കോ, പക്ഷേ ഇത് കേട്ടിട്ട് സത്യത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിയമിച്ച കുറെ ആളുകൾ ഉപ്പുതറയിലുണ്ട്. അവർ മടങ്ങി വന്നേ പറ്റുള്ളൂ. ക്രിസ്തു ഏകരക്ഷകനാണ്. 4ാമത്തെ ചിന്ത കേൾക്കണോ? ക്രിസ്തു ഏക ആരാധ്യനാണ്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ഒന്നിനെയും ആരാധിക്കരുത്. സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, പെണ്ണിനെ ആരാധിക്കരുത്, ആണിനെ ആരാധിക്കരുത്, കാട്ടുമൃഗങ്ങളെ ആരാധിക്കരുത്, നാട്ടുമൃഗങ്ങളെ ആരാധിക്കരുത്, ഒഴുകുന്ന പുഴയെ ആരാധിക്കരുത്, വീശിയടിക്കുന്ന കാറ്റിനെ ആരാധിക്കരുത്, യക്ഷിഭൂത പ്രേത പിശാചുക്കളെ ആരാധിക്കരുത്, മരിച്ചവൻ്റെ ആത്മാവിനെ ആരാധിക്കരുത്. മനസ്സിലായോ? പടർന്നു കത്തി ചാമ്പലാക്കുന്ന അഗ്നിജ്വാലകളെ ആരാധിക്കരുത്, ഉരകജീവികളെ ഒന്നിനെയും ആരാധിക്കരുത്. വേദപുസ്തകം ശക്തമായി പറയുന്നു, അരുത് 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 എന്ന് 100 കാര്യങ്ങളിൽ പറയുമ്പോൾ ആരാധിക്കണമെന്ന് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതാ മത്തായി 4:10 പറ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ ഏക ആരാധ്യൻ ക്രിസ്തു മാത്രമാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിലൂടെ ആത്മസായുജ്യം നേടിയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇമ്പങ്ങളുടെ തീരമണഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. പെന്തക്കോസ്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിച്ചാടിയ ഞങ്ങളുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അബദ്ധമല്ല പറ്റിയത്. യഥാർത്ഥ ആരാധന അനുഭവിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇതാണ് ആരാധ്യൻ. പാരമ്പര്യത്തിന്റെ തട്ടകത്തിൽ നിൽക്കുന്നതല്ല, അനുഭവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് പറയുക. യഥാർത്ഥ ആരാധ്യൻ. അടുത്ത കേൾക്കണോ? യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല, ഏക മധ്യസ്ഥനാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? സ്വോത്രം കുറഞ്ഞു പോയോ? യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല. 1000 മധ്യസ്ഥന്മാരെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ട് അവരുടെ കൂട്ടത്തിൽ യേശുവും മധ്യസ്ഥനാണെന്ന് പഠിപ്പിക്കലിനെ 8ആയി മടക്കി വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് വേദപുസ്തകത്തെ ഉയർത്തി നിർത്തി പറയുന്നു, ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. പെന്തക്കോസ്തിന്റെ അനുഭവം അകത്ത് കയറി അന്ന് മുതലേ ഞങ്ങൾ പറയുന്നു, ക്രിസ്തുവാണ് ഏകരക്ഷകൻ, ഏക മധ്യസ്ഥൻ, വേറെ ആരും സഹരക്ഷകരായിട്ടില്ലെന്നുള്ളത്. അത് പെന്തക്കോസ്തുകാർ പറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കാനും ഞങ്ങളെ ഓടിക്കാനും ആളുണ്ടായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട ആദരണീയനായി പോപ്പ് പറഞ്ഞു മറിയ സഹരക്ഷകയല്ലെന്ന്. അപ്പോൾ ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഉപദേശമാർക്കല്ല തെറ്റുപറ്റിയെന്ന് ഇപ്പോഴെങ്കിലും ലോകത്തിന് മനസ്സിലായല്ലോ. രക്ഷണ്യ പ്രവർത്തിക്കകത്ത് വേറെ ആർക്കും ഷെയർ ഇല്ലെന്ന് പഠിച്ചോണം. ഏകനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. നമുക്ക് വേണ്ടി മറുവിലയായി തീർന്ന ഒരേ ഒരു രക്ഷകൻ. ആ രക്ഷകനാണ് ഏക മധ്യസ്ഥൻ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏക അവതാരമാണ് ക്രിസ്തു. അവതാരങ്ങളുടെ കൂട്ടത്തിലൊരു അവതാരമാണ് ക്രിസ്തു എന്ന് താങ്കൾ ചിന്തിക്കുന്നതിൽ അത് മൗഢ്യമാണ്. ഏക അവതാരം ക്രിസ്തുവാണ്. തല്ലാനും കൊല്ലാനും തകർക്കാനും പൊളിക്കാനും കത്തിക്കാനും അല്ല കർത്താവ് വന്നത്. എൻ്റെ സുഹൃത്ത് പ്രിയ മകൻ ചാരുത പറഞ്ഞല്ലോ, കർത്താവ് വന്നത് സമർത്ഥിയായി ജീവൻ തരാൻ വേണ്ടിയാ. നമുക്ക് വേണ്ടി ജീവൻ തരാൻ, ഹല്ലേലൂയ, സമർത്ഥിയായി തരാൻ വേണ്ടി വന്നതാണ്. സ്തോത്രം. ചങ്ക് പിളർന്ന അവസാനത്തെ തുള്ളി ചോരയും കൂടെ നമുക്ക് വേണ്ടി നൽകി തരേണ്ടതിന് വേണ്ടി വന്നു. നമ്മുടെ കീശയിലെ കാശോ നമ്മുടെ നേർച്ചയോ കാഴ്ചയോ അർപ്പണമോ തർപ്പണമോ നമ്മുടെ ദേഹദണ്ഡനങ്ങളോ നമ്മൾ പോക്കറ്റിൽ നിന്ന് അർപ്പണം ചെയ്യുന്ന ധനാർപ്പണങ്ങളോ വായിൽ നിന്ന് അർപ്പണം ചെയ്യുന്ന സ്തോത്രാർപ്പണങ്ങളോ നമ്മുടെ ദേഹം മുറിച്ച് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ദേഹദണ്ഡനങ്ങളോ കൊണ്ടല്ല, പകരം തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി ബലിതർപ്പണമാക്കി ക്രിസ്തു നമുക്ക് വേണ്ടി നൽകി തന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ക്രിസ്തു യഥാർത്ഥത്തിൽ ഏക ആരാധ്യനും ഏക മധ്യസ്ഥനും ഏക അവതാരവുമാണ്. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട് വസ്തുത? ഏക നായകന്, ഏക യോഗ്യന്, ഏക പരിശുദ്ധന്, ഏക ന്യായാധിപന് വിവരിപ്പാൻ നേരമില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിടുക. ഇത് പൊതുവിചാരമാണ്. എത്ര പേര് സമ്മതിക്കുന്നുണ്ട്? ഈ ക്രിസ്തുവിൻ്റെ കൂടെ കൂടിയത് അബദ്ധമല്ലെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പപ്പയും മമ്മിയും പെന്തക്കോസ്തിലായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ആകേണ്ടി വന്നു എന്ന് മക്കളുമാരും ചിന്തിക്കരുത്. മക്കളെ, ഇത് ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവുമായ ഒരു ബന്ധമാണ് ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ ആന്തരിക രമ്യത. അത് ഉറപ്പോടെ നിർത്തുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. അടുത്ത വചനത്തിലേക്ക് ഞാൻ വരികയാണ്.
ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം എന്താണ്? ഒരു 7-8 വാക്യങ്ങൾ അങ്ങോട്ട് പറയാം. ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ എല്ലാവരും അറിയണം. പ്രൈസ് ദ ലോർഡ്. മനുഷ്യത്വത്തിൻ്റെ മഹത്വം. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ചെറുപ്പക്കാരെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ മനസ്സാക്ഷിയും നിങ്ങളുടെ ആത്മീയതയും തകിടം മറിക്കുവാൻ കരുതിക്കൂട്ടി ലോകത്തിൻ്റെ ദൈവമായ പിശാച് ഒത്തിരി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അബദ്ധം പിണഞ്ഞു പോകരുത്. ക്രിസ്തുവെന്ന മനുഷ്യത്വത്തിൻ്റെ മഹനീയതയും സമാനതകളില്ലാത്ത ക്രിസ്തുവെന്ന മനുഷ്യത്വത്തിൻ്റെ മഹാത്മ്യതയെ നിങ്ങൾ അറിയണം. മക്കളുമാർ കേൾക്കണം, മുതിർന്നവരും കേൾക്കണം. ഞാൻ കുറേ വാക്യങ്ങൾ പറയാം. ക്രിസ്തുവിൻ്റെ മഹത്വം എന്താ? ഞങ്ങളുടെ പ്രിയ സെൻട്രൽ മിനിസ്റ്റർ അടക്കം ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ കവലയിൽ യേശുവിനെ പറയുമ്പോൾ ചിലർ പുച്ഛിക്കാറുണ്ട്, ചിലരിതിനെ തരം താഴ്ത്താറുണ്ട്. എന്നിട്ടും അതൊന്നും കേട്ട് വീട്ടിൽ ഒതുങ്ങിപ്പോകാതെ വീണ്ടും വർദ്ധിത വീര്യത്തോടെ കവലയിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ കാണിക്കുന്ന ഒരുമാതിരി തൻ്റെ ഇടം എന്താണെന്നറിയാമോ? യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ചില മഹത്വപൂർണമായ വിചാരങ്ങൾ വചനം തരുന്നതാണ്. 1-ാമത്തെ വാക്യം കേട്ടോണേ. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാമത് വാക്യം. ഒത്തിരി വാക്യങ്ങൾ എൻ്റെ പ്രഭാഷണത്തിന് വേണം. അതെല്ലാം കൂടെ വായിപ്പിക്കാൻ നിന്നാൽ സമയം കിട്ടാതെ വരും. വായിക്കാൻ ഉപ്പുതറയിൽ മിടുമിടുക്കുകളും മിടുമിടുക്കന്മാരുമുണ്ടെന്ന് എനിക്കറിയാം. ഒറ്റ വാക്യം പോലും ഞങ്ങൾക്ക് തരാതെ മൊത്തം ഈ പുള്ളി തന്നെ പറയുകയാണല്ലോ, സ്വാർത്ഥതയാണെന്നൊന്നും ചിന്തിക്കരുത്. സമയത്തിൻ്റെ കൂട്ടിലെത്തുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള എൻ്റെ ബദ്ധപ്പാടാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിൻ്റെ മനോഹരമായൊരു വാക്യം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യമാണ്. 1 യോഹന്നാൻ 3-ന്റെ 5-ാമത് വാക്യം. അവനിൽ പാപം ഇല്ല. ആ വാക്യം അത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ട് സ്തോത്രം പറയാത്ത ഒരേ ഒരു നാട് ഉപ്പുതറയാണെന്ന് എനിക്ക് തോന്നുന്നു. 1 യോഹന്നാൻ 3-ന്റെ 5-ാം വാക്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടും ഉപ്പുതറയിൽ കൂടിയവരാരും ഒരു സ്തോത്രം പറഞ്ഞില്ല എന്ന വിവരം ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അല്ലെങ്കിൽ ഉപ്പുതറക്കാരെ തേടി ആളുകൾ ഇവിടെ വരും. കാരണം ഞാൻ എല്ലാ ദിവസവും പലയിടത്ത് നിൽക്കുന്നതല്ലേ. സ്തോത്രം. ആ വാക്യം കേട്ടായിരുന്നു? ഒന്നുകൂടെ പറയാം. 1 യോഹന്നാൻ 3-ന്റെ 5. അവനിൽ പാപം ഇല്ല. ഉപ്പുതറയെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. പാപമില്ലാത്ത ഒരുവനെ കാട്ടിത്തരാമോ ലോകത്തിൽ? മൺമറഞ്ഞു പോയവരും ഇന്ന് കരുത്തോടെ നിൽക്കുന്നവരും നാളെ വരാൻ പോകുന്നതുമായ ഏതെങ്കിലും ഒരു വ്യക്തിയെ പാപമില്ലാത്തവനെ കാട്ടിത്തരാമോ? രാഷ്ട്രീയ തലത്തിലെ പ്രമുഖന്മാർ, ആചാര്യന്മാർ, രാഷ്ട്രീയ വിചീക്ഷണന്മാർ, സാഹിത്യകാരന്മാർ, വമ്പൻ ചക്രവർത്തിമാർ, രാജപ്രമുഖന്മാർ, പ്രവാചക ശ്രേഷ്ഠന്മാർ, ന്യായാധിപന്മാർ ഒക്കെ ഉണ്ടായിരുന്നില്ലേ? പിതാമഹന്മാർ. പക്ഷെ പാപമില്ലാത്ത ഒരെണ്ണത്തെയും കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ മഹത്വം. അവനിൽ പാപമില്ല. യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾ ഇറങ്ങിയതിന്റെ കാരണം ഇതാണ്. പ്രസംഗിക്കാനും പാടാനും പറ്റിയ ഒരേ ഒരാളത്വ മഹിമ, ഒരേ ഒരൗന്നത്യം, ഒരേ ഒരു പൂർണ്ണത ക്രിസ്തുവിൽ മാത്രമേ കാണുന്നുള്ളൂ. പാപമില്ലാത്ത യേശു. അതുകൊണ്ട് തന്നെ ആ പാപം നീക്കാൻ യേശുവിന് കഴിയുന്നത്. ആ വാക്യം തുടങ്ങുന്ന ഇങ്ങനെ: പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞിട്ട് അവനിൽ എന്തോ ഇല്ല. അതിനൊരു സ്തോത്രം പറഞ്ഞ് പാപം ഇല്ലെന്ന്. ആമേൻ, സ്തോത്രം. അവനിൽ പാപമില്ല. ഓക്കെ, അടുത്തൊരു വാക്യം കേട്ടോണം. 1 പത്രോസ് 2-ാം അധ്യായം 22-ാമത് വാക്യം. 1 പത്രോസ് 2:22. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. അതിനാ സ്തോത്രം മതിയോ? 1-2 പേര് സ്തോത്രം പറഞ്ഞാൽ മതിയോ? ഞാനോടത്ത് എല്ലാവരും കൂടെ കൂട്ടമായിട്ടൊരു സ്തോത്രം പറയുമെന്നാണ് വിചാരിച്ച്. അവനിൽ പാപമില്ല എന്നുള്ളത് 1 യോഹന്നാൻ 3-ന്റെ 5. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ലെന്നുള്ളത് 1 പത്രോസ് 2-ന്റെ 22-ാം വാക്യമാണ്. മനസ്സിലായോ? എൻ്റെ യേശു പാപമൊന്നും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ സകല കോടതികളും തിരിച്ചും മറിച്ചും വിസ്തരിച്ചിട്ടും യേശുവിലൊരു പാപം കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ചിന്തകളിലോ ഇടപാടുകളിലോ പോക്കിലോ വരവിലോ ഒന്നും ഒരു പാപവും ചെയ്തതായി കാണുന്നില്ല. ഇത്ര പരിശുദ്ധനായ ഒരു യേശുവിനെ കൂട്ടിക്കൊണ്ട് ഇന്ന് രാത്രി വീട്ടിൽ പോകാവൂ കേട്ടോ. ഈ യേശുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് താങ്കൾ മടങ്ങാവൂ. കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും ഈ ഇടുക്കി ജില്ലയിൽ സുലഭമായി ലഭിക്കപ്പെടുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളും താങ്കൾക്ക് സായുജ്യം തരില്ല, മുക്തി തരില്ല, മോക്ഷം തരില്ല, ആത്മശാന്തി തരില്ല, വിടുതലോ വീണ്ടെടുപ്പോ തരില്ല, ആത്മീയ ജീവിതത്തിൽ ദിശാബോധം പകരില്ല. അതിന് പറ്റുന്ന ഒരേ ഒരു ലഹരി ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു. അത് പാപം ചെയ്യാത്ത ഞങ്ങളുടെ ക്രിസ്തുവാണ്. പാപം ചെയ്യാത്ത ക്രിസ്തുവാണ്. അവൻ പാപി അല്ല, പാപം ചെയ്തിട്ടില്ല.
മൂന്നാമതൊരു വാക്യം തരാം, കേട്ടോണം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത് വാക്യം. 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, അവൻ പാപം അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അവൻ പാപമൊന്നും അറിഞ്ഞിട്ടില്ല. ആ വാക്യത്തിന് കൂടുതൽ ആധികാരികത ഉണ്ടാകുന്ന അതിൻ്റെ തൊട്ടടുത്ത വരിക, അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അവൻ പാപമൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവനെ നമുക്ക് വേണ്ടി എന്തോ ആക്കി? പാപം ആക്കി. ഗത്സമനയുടെ പച്ചമണ്ണിൽ വീണ് കിടന്നത് തങ്ങളെ പാപിയായതുകൊണ്ടല്ല, അന്നി പുറമടിച്ചുഴവിരാല് പോലെ കയറിയത് പാപത്തിൻ്റെ ശിക്ഷയല്ല, തലതല്ലി പൊളിച്ചു കളഞ്ഞത് പാപത്തിൻ്റെ ശിക്ഷയായിട്ടല്ല, ആക്ഷേപിച്ചതും അപമാനിച്ചതും നരാധമന്മാരുടെ കയ്യിൽ കിടന്ന് പടഞ്ഞതും പാപത്തിൻ്റെ ശിക്ഷയായിട്ടല്ല, പാപിയായതുകൊണ്ടല്ല, പകരം നമുക്ക് വേണ്ടി അവനെ പാപമാക്കിയത് കൊണ്ടാണ്. ബെനോ അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചില്ലേ? എന്തെല്ലാം ദേഹദണ്ഡനങ്ങളാ കർത്താവിന് വരുത്തിയത്. ഞാൻ ഉപ്പതറയുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. അവൻ്റെ മുഖത്ത് തുപ്പി. അത് വെറുതെ ഉമിനീര് കൊണ്ട് വെറുതെ കാണിക്കുന്നൊരു തുപ്പലായിരുന്നില്ല, വെറുപ്പിൻ്റെ തുപ്പല. അകത്തുനിന്ന് കാഭമെടുത്ത് വായിൽ കൊണ്ടുവന്നിട്ട് മുഖത്തേക്ക് തുപ്പുക. വെറുപ്പിൻ്റെ തുപ്പലതാ, കാഭം കാർക്കിച്ച് തുപ്പുക. ഒരാളല്ല, ഒത്തിരി പേര്. ആ തുപ്പലും കഫവും എല്ലാം കൂടെ മുഖത്ത് വന്ന് പതിഞ്ഞിരിപ്പുണ്ട്. മത്തായി 26:67 വാക്യം നോക്കണം. അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ മുഖത്ത് അടിച്ചു. എൻ്റെ ഒരു ചോദ്യം ഉപ്പതറയോട്, മുഖത്ത് തുപ്പിയിട്ട് അടിച്ചോ, അടിച്ചിട്ട് തുപ്പിയോ? തുപ്പിയിട്ടാണോ അടിച്ചത്, അടിച്ചിട്ടാണോ തുപ്പിയത്? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ മുഖത്താരാണ് തുപ്പിയത് തോന്നുന്നു? യേശുവിൻ്റെ മുഖത്ത് തുപ്പിയിട്ട് അടിച്ചോ, അടിച്ചിട്ട് തുപ്പിയോ? എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തുപ്പിയിട്ട് അടിച്ചാൽ അടിച്ചവൻ്റെ കയ്യിൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ തുപ്പിയിട്ട് പിന്നെ അടിച്ച് കാണത്തില്ല, അടിച്ചിട്ടായിരിക്കും എന്തോ ഇത്. മത്തായി സുവിശേഷകൻ പറയുന്നത് 26:67 പറയുന്നവർ അവൻ്റെ മുഖത്ത് തുപ്പി കന്നത്തടിച്ചു. അപ്പോൾ തുപ്പിയിട്ട് അടിച്ചത്. അങ്ങനെയാണെങ്കിൽ അടിച്ചവൻ്റെ കയ്യിൽ അത് പറ്റും. അടിച്ചവൻ്റെ കയ്യിൽ മറ്റുള്ളവരുടെ തുപ്പൽ പറ്റാൻ അവൻ അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ സൂക്ഷ്മമായി പഠിക്കണം. അവിടെയാണ് മീഖാ പ്രവാചകൻ എഴുതി വച്ചിരിക്കുന്നൊരു ലിഖിതമുണ്ട്. അവർ ഇസ്രായേലിൻ്റെ ന്യായാധിപതിയെ വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. വടികൊണ്ട് ചെകിട്ടത്തടിച്ച്. മീഖാ 5:1 മറക്കരുത്. മീഖാ പ്രവചനം 5-ാം അധ്യായം 1-ാമത് വാക്യത്തിൽ വായിക്കുന്നു, വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. വടികൊണ്ട് ചെകിട്ടത്തടിച്ചു എന്ന് പറയുമ്പം മറന്നുപോകല്ലേ, മുഖത്തെല്ലാം തുപ്പലും കഫവും ഇങ്ങനെ വല്ലാതിരിക്കുന്നത് കണ്ടിട്ട് അടിക്കണമെന്നുള്ള ആളുകൾക്ക് കൈകൊണ്ടടിക്കാൻ തോന്നാഞ്ഞിട്ട് വെട്ടി ഉരുക്കിയ ഒരു വടിയല്ല, വഴിയിൽ കിടന്ന ഏതോ ഒരു മുണ്ടത്തടി, അതെടുത്താണ് യേശുവിൻ്റെ മുഖത്തടിച്ചത്. വടികൊണ്ട് ആഞ്ഞ് മുഖത്തെ കടിക്കുമ്പോൾ കവളെല്ലാം തകർന്നു പോകും, അണപ്പല്ല് സെറ്റോടെ തകരും. അതിൻ്റെ അഗ്രമങ്ങാണം ചെവിയിൽ കൊണ്ടാൽ ചെവിക്കൂടെ തകർന്നു പോകും, ഇയർഡ്രം പൊട്ടിപ്പോകും. കണ്ണിനോട് ചേർന്നങ്ങാണം അടികൊണ്ടാൽ കൺമണി കലങ്ങിപ്പോകും. അതാണ് ബിനു ഇടയ്ക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നു, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. വെറുതെ കന്നത്ത് നമ്മൾ കൈകൊണ്ടടിച്ചാൽ തിണിർത്തു വീങ്ങില്ലേ? അപ്പം വടികൊണ്ട് കുറേ അടി അടിച്ചാൽ ആ മുഖത്തിൻ്റെ ഭാവം മാറിപ്പോകും. അത് തിണിർത്തു വീങ്ങി കരിനീലിച്ചൊരു വല്ലാത്ത കോലമായി പോകും. അതാണ് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. പാപിയായതുകൊണ്ടല്ല, പാപിയായതുകൊണ്ടല്ല, നമ്മുടെ പാപമെല്ലാം ഏറ്റിട്ട് അനുഭവിക്കുന്ന വ്യഥയാ. ഇതോർത്തു വേണം കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും. നമ്മുടെ ധാർഷ്ട്യവും ധിക്കാരവും താൻപോരുമയും അഹന്തയും അഹങ്കാരവും ഒക്കെ ഉരുകി ഒലിച്ചു പോകാൻ യേശു അനുഭവിച്ച സഹന ത്യാഗങ്ങളെ ഓർത്താൽ മതി. നമുക്ക് രക്ഷ തരുവാൻ, നമുക്ക് വിടുതൽ തരുവാൻ, നമുക്ക് വീണ്ടെടുപ്പ് തരേണ്ടതിന്, നമ്മെ ദൈവോന്മുഖരാക്കേണ്ടതിന്, പാപത്തിൻ്റെ വൈകൃതങ്ങൾ വികൽപ്പങ്ങൾ നമ്മിൽ നിന്ന് മാറ്റേണ്ടതിന് അവൻ പാപി അല്ലായിരുന്നു, പാപം ചെയ്തിട്ടില്ല, പാപം അറിയത്തില്ല, എന്നിട്ടും പാപിയാക്കപ്പെട്ടു. ഇനി വിവരിക്കുന്നില്ല, വാക്യങ്ങൾ നേരിട്ടങ്ങ് പറയാം. യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കത്തിൻ്റെ വാക്യങ്ങൾ. മത്തായി 27:4 വാക്യം നോക്കണം. വിറ്റ് കാശാക്കിയ നാശയോഗ്യൻ യൂദാ പറയുന്നു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാ വിറ്റത്. യൂദായുടെ ഒറ്റ വരി സുവിശേഷമാണ്, ഒറ്റ വരി സുവിശേഷം.
എന്ന് പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് 28 അധ്യായം, മർക്കോസ് എഴുതിയതിന് 16 അധ്യായം, ലൂക്കോസ് എഴുതിയതിന് 24 അധ്യായം, യോഹന്നാൻ എഴുതിയതിന് 21 അധ്യായമുണ്ട്. പക്ഷേ യൂദ ഒരൊറ്റ വരി സുവിശേഷം പറയുന്നു, അതിതാണ്, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. യേശു ആരാന്ന് പറ? കുറ്റമില്ലാത്തവനാണ്. 27 അധ്യായം മത്തായി 19 വാക്യം, പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾ പങ്കാളിയാകരുത്. 27 അധ്യായം 54 അധ്യായം 54 വാക്യം, 27ന്റെ 54 വാക്യത്തിൽ ശതാധിപൻ പറയുന്നു, അവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. കണ്ടില്ലേ? ഈ വാക്യങ്ങളെല്ലാം യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കമാണ് പറയുക. ഇനി ഈ വാക്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കോർത്തിണക്കിയാൽ ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാവുന്ന വേറൊരു വാക്യം യേശു തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 8:46, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതാണ് യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കം. ഈ യേശുവാണ് നമ്മുടെ രക്ഷകൻ, ഈ യേശുവാണ് നമ്മുടെ പ്രാണനാഥൻ. ഈ യേശുവിനെ വിട്ടു പോകരുത്. കോടികൾ തരാമെന്ന് പറഞ്ഞാലും, എന്തൊക്കെ സൗഭാഗ്യങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഈ യേശുവിനെ വിട്ടു പോകരുത്. ഇവിടെയുള്ള ദൈവദാസന്മാരോട്, ദൈവമക്കളോട് ഞാൻ പറയാം, ഈ യേശുവിനെ കവലയിൽ ഉയർത്തിക്കോണം, ഈ യേശുവിനെ തെരുവീഥികൾ ഉയർത്തിക്കോണം. കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറയണം, എത്ര വലിയ മഹാനും പരസ്യയോഗത്തെ ആക്ഷേപിച്ചാലും ഈ യേശുവിന്റെ ഔന്നത്യത്തെ കവലകളിൽ ഉയർത്തണം. 5000 പേരെ കിട്ടിയോ 1000 പേരെ കിട്ടിയോ എന്നൊക്കെയാ കണക്കപ്പിള്ള പറയുന്നത്. ഇത്രയും കാലം പരിചയം നടത്തിയിട്ട് 5000 പേരെ കിട്ടിയോന്നാ. ഒരാത്മാവിൻ്റെ വിലയെക്കുറിച്ച് ബോധമില്ലെങ്കിൽ ഇങ്ങനെയുള്ള വങ്കത്തരങ്ങൾ പറഞ്ഞേ പറ്റൂ. ഒരാത്മാവിൻ്റെ വില സർവ്വലോകത്തേക്കാൾ വിലയാണ്. അവിടെ 5000 1000 ഒക്കെ കണക്ക് പറയുന്നത്, കവലെ പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയും ഒരാത്മാവിനെ നേടിയാൽ അത് സർവ്വലോകത്തേക്കാൾ വിലയുള്ള ആത്മാവാണ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? യേശുവിനെ പ്രസംഗിച്ചേ പറ്റൂ, യേശുവിനെ പ്രസംഗിച്ചേ പറ്റൂ. യേശുവിനെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം, പാപി അല്ല യേശു, പാപം ചെയ്തിട്ടില്ല യേശു, അവൻ പാപം അറിഞ്ഞിട്ടില്ല, കുറ്റമില്ലാത്ത രക്തമുള്ളവന്, നീതിമാനാണ് യേശു, സാക്ഷാൽ ദൈവപുത്രനാണ് യേശു. നിങ്ങളിൽ എന്നെ പാപത്തെക്കുറിച്ച് ആര് ബോധം വരുത്താമെന്ന് ചോദിച്ചവനാണ് യേശു. അങ്ങനെ ഒരുവൻ ഉലകത്തിൽ ഇതുവരെ ഇല്ല. അതുകൊണ്ട് യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവനും. അതാണ് ഞാൻ വായിച്ച കുറിവാക്യത്തിൽ മഹത്വത്തിന്റെ പ്രത്യാശ. ഇനി ദൈവത്വത്തിന്റെ മഹത്വം പറയാൻ പോവുക. കേൾക്കാൻ സന്തോഷമാണോ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്വോത്ര കാഴ്ചയിടണം. അങ്ങനൊരു നടപടിയുണ്ട്. മനുഷ്യത്വത്തിൻ്റെ തിളക്കം കേട്ടിട്ടുള്ള സ്വോത്ര കാഴ്ചയ്ക്ക് അതിൻ്റെ തൂക്കം ഉണ്ടാവില്ല. അതിൻ്റെ തൂക്കം വേണ്ടും പോലെ ഇല്ലെങ്കിൽ ദൈവത്വത്തിൻ്റെ മഹത്വം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വോത്രാഴ്ച കൊണ്ട് എടുക്കും. ഓക്കെ, സ്തോത്രം. കൺവെൻഷൻ നമ്മുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടവരെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. ഗോഡ് പാപിയല്ല, പാപം ചെയ്തിട്ടില്ല, പാപം അറിയത്തില്ല, കുറ്റമില്ലാത്ത രക്തത്തിനുടമയാണ്, നീതിമാനായിരുന്നു. അപ്പോൾ തന്നെ യേശു ദൈവപുത്രനായിരുന്നു. യേശു തന്നെ ചോദിക്കുന്നു, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? ഈ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയത് മണ്ടത്തരമല്ല, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയരെ? ഇവൻ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. പീലാത്തോസിൻ്റെ പ്രട്ടോറിയത്തിൽ യേശു നിൽക്കുമ്പോൾ അങ്കണത്തിൽ കൂടി വന്നിട്ടുള്ള എല്ലാവരും, കൂലിക്ക് കൊണ്ട് നിർത്തിയിട്ടുള്ള സകല ആളുകളും വിളിച്ചു പറയുന്നു, ക്രൂശിക്ക, ക്രൂശിക്ക, കൊന്നുകളക, കൊന്നുകളക. പീലാത്തോസ് ചോദിക്കുന്നു, എന്താ ഇവൻ ചെയ്ത കുറ്റം? അപ്പോൾ കുറ്റം പറയാൻ വേണ്ടി ആളുകൾ മുൻപോട്ട് വരികയാണ്. ഇവൻ മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ പിതാക്കന്മാർ 46 ആണ്ട് കൊണ്ട് പണിത മന്ദിരം 3 ദിവസം കൊണ്ട് പൊളിച്ച് പണിയുമെന്നവൻ പറഞ്ഞു. അവഹേളനമല്ലേ അത്? മതത്തോടുള്ള അവഹേളനമല്ലേ? അതാ വലിയ കുറ്റം. വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമല്ലെന്ന് അവൻ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, അവൻ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കുറ്റങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഉപ്പതറ കേൾക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കുക. ഈ കൂടി നിന്ന് 100 കണക്കിന് ആളുകൾ, 1000 ആളുകൾ ആർക്കെങ്കിലും യേശുവിൻ്റെ ധാർമ്മിക മേഖലയെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ടായിരുന്നു? യേശുവിനോടൊപ്പം നിരവധി സ്ത്രീകളുണ്ടായിരുന്നില്ലേ? ആ സ്ത്രീകളുമായിട്ടുള്ള യേശുവിൻ്റെ ബന്ധത്തിനകത്തൊരു അവിശുദ്ധത കൽപ്പിച്ചിട്ട് ഇവൻ ഇങ്ങനായിരുന്നു, ഇന്നാരോടുകൂടെ ആയിരുന്നു എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. അതിൻ്റെ യേശുവിൻ്റെ ധാർമ്മിക വിശുദ്ധിയാണ്. ആ യേശുവിനെ നാം അറിയുന്നതും അനുസരിക്കുന്നതും ആദരിക്കുന്നതും അതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര വിശുദ്ധനായൊരു കർത്താവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഞാനൊരു തത്വം പറയാം. ഇതുവരെ കേട്ടുകൊണ്ടെന്ന് നിങ്ങൾ വളരെ ആവശ്യത്തോടെയാണ് സന്ദേശങ്ങൾ ഏറ്റെടുത്തത്. പക്ഷേ നമ്മുടെ കുറിവാക്യം ശ്രദ്ധിക്കണം.
ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എവിടെ വസിക്കുന്നെന്ന്? ആശ്രമത്തിൽ വസിക്കുന്നെന്നല്ല, കണ്ണാടിക്കൂട്ടിൽ വസിക്കുന്നെന്നല്ല, പള്ളിയുടെ മദ്ബഹയ്ക്കകത്ത് വസിക്കുന്നെന്നല്ല, പിന്നെ അൾത്താരയിൽ വസിക്കുന്നുവെന്നല്ല, നമ്മളിൽ വസിക്കുന്നു. ഇത്ര മഹത്വമുള്ളവൻ നമ്മിൽ വസിക്കണമെങ്കിൽ നാം എന്ന നമ്മുടെ ശരീരമുണ്ടല്ലോ, ആ മന്ദിരം അതിൻ്റെ പവിത്രതയോടെ, പരിപാവനതയോടെ, അനന്യതയോടെ, നീതിയോടെ കാക്കാൻ കഴിയണം. ഒരു നിലയിലും അശുദ്ധി വന്ന് ഭവിക്കാതെ, ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ, ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരമല്ലാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ ഈ മഹത്വപൂർണനായ വിശേഷതയാർന്ന ക്രിസ്തു നമ്മിൽ വസിക്കും. അതാഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓക്കെ, സന്ദേശത്തിൻ്റെ രണ്ടാം പാദത്തിലേക്ക് വരികയാണ്. ആദിപാദം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ തിളക്കമാണ്. രണ്ടാം പാദം ദൈവത്വത്തിൻ്റെ മഹത്വം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം. ഞാൻ മുമ്പേ വിവരിക്കാതെ വിട്ടുപോയ ആ ഭാഗം ഇവിടെ പൂരിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണ്ണമായിരിക്കുന്ന ചിന്തകൾ അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഗംഭീരമായ ഒരു വേദഭാഗമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഓരോന്നും നിങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തിയാൽ നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ അതിശ്രേഷ്ഠമായ ഔന്നത്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. യേശു യേശു എന്ന് പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അഭിമാനത്തിൻ്റെ തിളക്കമുള്ളവരായിരിക്കണം. വെറുതെ യേശുവിനെക്കുറിച്ച് ബൗദ്ധികമായി കേട്ട എന്തെങ്കിലും അറിവല്ല, അനുഭവത്തിൻ്റെ തിളക്കത്തിൽ യേശു ആരാണെന്ന് അറിഞ്ഞ് തന്നെ മുൻപോട്ട് പോകണം. ഞാൻ 12 മുതലുള്ള വാക്യങ്ങളെന്ന് പറയാം. 1:12 വാക്യത്തിൽ പറയുന്നു, വെളിച്ചത്തിന് നമ്മളെ അവകാശിയാക്കിയ ക്രിസ്തുവാണ്. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് നമ്മൾ ഇരുട്ടിലായിരുന്നു, അന്ധതയിലും അനാചാരത്തിലും അബദ്ധജടിലമായ ഉപദേശങ്ങളിലുമായിരുന്നു, വ്യർത്ഥമായ സമ്പ്രദായങ്ങളിലായിരുന്നു, ദൈവമല്ലാത്തവയെ നമിച്ച് പ്രണയിച്ച് ജീവിച്ചവരായിരുന്നു. പക്ഷെ ക്രിസ്തു നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇരുട്ടില്ലാത്ത വെളിച്ചമാണ്. 1 യോഹന്നാൻ 1:5 വാക്യം. ഇരുട്ടൊട്ടുമില്ലാത്ത വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ പ്രത്യേകത യോഹന്നാന്റെ സുവിശേഷം 1:9 പറയുന്നു, സത്യ വെളിച്ചമാണ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. യേശുവാണ് ലോകത്തിൻ്റെ വെളിച്ചം. എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? അപ്പം വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ക്രിസ്തു. ഓക്കെ, അടുത്തത് 13-ാം വാക്യം. സ്നേഹസ്വരൂപനായ ക്രിസ്തു. സ്നേഹത്തിന് രൂപമുണ്ടോ? ഉണ്ടെങ്കിൽ ആ രൂപമാണ് ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. സ്നേഹസ്വരൂപനായ ക്രിസ്തു. 14-ാം വാക്യം. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. ക്രിസ്തുവിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പം നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കിയ ക്രിസ്തു. അത് ആടിനെ വെട്ടിയല്ല, കാളക്കുറ്റനെ അറുത്തിട്ടല്ല, കുറുമ്പ്രാവിൻ്റെ പെടലി ഞെരിച്ച് പിടിച്ചൊടിച്ചിട്ടല്ല, തൻ്റെ ദേഹം കൊണ്ട് യാഗം നടത്തി പാപപരിഹാരം വരുത്തി നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ച ക്രിസ്തുവിനെയാണ് 14-ാം വാക്യം പറയുക. 15-ാം വാക്യം, ദ എക്സാക്റ്റ് ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവമായ ക്രിസ്തു. ഹല്ലേലൂയ. പ്രതിമ എന്നൊക്കെ പറയുമ്പോൾ ആരാണ്ട് തച്ചന് കുത്തിയിരുന്ന് ഉണ്ടാക്കിയതാണെന്ന് ചിന്തിക്കരുത്, തച്ചനിരുന്ന് മെനഞ്ഞതാണെന്ന് ചിന്തിക്കരുത്. പ്രതിമ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു എന്നാണ് 15-ാമത് വാക്യം. ദ എക്സാക്റ്റ് ഇമേജ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പൊരുൾ. ഇനി 16-ാം വാക്യം നോക്കിക്കേ. സർവവും അവൻ നിമിത്തം അവനായിട്ട് അവൻ മുഖാന്തരമുള്ളവ എല്ലാറ്റിൻ്റെയും സൃഷ്ടിതാവായ ക്രിസ്തു. കുരങ്ങൻ്റെ വാല് മുറിഞ്ഞപ്പോൾ, രോമം കൊഴിഞ്ഞപ്പോൾ, കാട്ടിലൂടെ നഗ്നനായി നടന്ന കുരങ്ങൻ നാട്ടിലിറങ്ങി ചുരിദാറും സെൽവാർ വിട്ട് ഫാൻസി ഷർട്ടും മുണ്ടു ഉടുപ്പും ഉടുത്തപ്പം മനുഷ്യനായതല്ല. മനസ്സിലാകുന്നുണ്ടോ? കാട്ടിലൂടെ നഗ്നനായി നടന്നു, നാട്ടിലിറങ്ങിയപ്പോൾ തുണി ഉടുത്തുകൊണ്ട് വന്ന കുരങ്ങൻ്റെ രൂപമല്ല ഈ കസേരയിലിരിക്കുന്നത്. ആണോ? ആണെന്നുണ്ടോ? മൗനം കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ല, അങ്ങനല്ല. ഇനിയും വിദ്യാഭ്യാസ വകുപ്പ് എത്ര കാലം ഇതൊക്കെ പഠിപ്പിച്ചാലും, ഡാർവിൻ്റെ തിയറി പഠിപ്പിച്ചാലും, നമ്മൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്വരൂപത്തിലെ സാദൃശ്യത്തിലെ കർത്താവ് നമ്മെ സൃഷ്ടിച്ചു. ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ സൃഷ്ടികർമ്മത്തിന്റെ പിന്നിലെ ശക്തിയുടെ വല്ലഭത്വം ക്രിസ്തുവാണ്. അതാണ് കൊലോസ്യർ 1:16. മനസ്സിലാകുന്നുണ്ടോ? അതായത് യോഹന്നാൻ 1:3 പറയുന്നു, സൃഷ്ടിക്കപ്പെട്ടതൊന്നും അവനെ കൂടാതെയല്ല. അത് തന്നെയാണ് കൊലോസ്യർ 1:12 അപ്പോസ്തോലിക ഭാഷ്യമാണത്. ഉളവായതെല്ലാം അവൻ നിമിത്തം അവനായിട്ടും അവൻ മുഖാന്തരവും ഉളവായി എന്നുള്ളതാണ്. എങ്ങനോ ഉണ്ടായതല്ല. പാഞ്ചിയ എന്ന ഭൂഖണ്ഡമായിരുന്നു, അത് പൊട്ടിത്തെറിച്ച് 5 കഷണമായപ്പോൾ 5 വൻകര ഉണ്ടായി എന്നൊക്കെയുള്ള മണ്ടത്തരങ്ങൾ ഇന്നും പഠിക്കേണ്ടി വരുന്നു, പഠിപ്പിക്കേണ്ടി വരുന്നു. പക്ഷെ വേദപുസ്തകത്തിൻ്റെ ദ സോങ്സ് ഓഫ് ക്രിയേഷൻ, ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം അധ്യായം, എന്നെ സൂപ്പർ എന്നറിയാമോ? അതാണ് സൃഷ്ടികർമ്മത്തിൻ്റെ അനുഗ്രഹിതമായ വിവരണങ്ങൾ. ഇന്ന് കൂടിയിട്ടുള്ള ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. വീട്ടിൽ ചെന്നിട്ട് അത്താഴമുണ്ണുന്നതിന് മുൻപ് വായിക്കുന്നത് നല്ലതായിരിക്കും. അത്താഴം ഉണ്ടിട്ടാണെങ്കിലും ഉടനെ പോയി കർത്താവെ കാത്തോണേ എന്നും പറഞ്ഞ് ബെഡിലേക്ക് ചായുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തുറന്നും കൊണ്ട് വെച്ചിട്ടൊരു വെള്ള പേപ്പർ എടുക്കണം. എന്നിട്ട്
ആ 1-ാം അധ്യായത്തിൽ അങ്ങനെ പൊട്ടുന്ന കുറെ പദങ്ങളുണ്ട്. അങ്ങനെ പൊട്ടുന്ന കുറെ പദങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേൾക്കണം, ആ ശബ്ദം കേൾക്കണം. അത് സെൻട്രൽ കമ്മിറ്റിയുടെ ശബ്ദമല്ല, ജനറൽ കമ്മിറ്റിയുടെ ശബ്ദമല്ല, ഓവർസീറുടെ ശബ്ദമല്ല. പിന്നെ ആരുടെ ശബ്ദമെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ശബ്ദമാ, വചനമായവന്റെ ശബ്ദമാ. ഉണ്ടാകട്ടെ, വേർപിരിയട്ടെ, ജനിക്കട്ടെ, മുളച്ചു വരട്ടെ, പറക്കട്ടെ, കൂടട്ടെ, വാഴട്ടെ. ഒരു 10-14 ഉണ്ടച്ചാ. അതിൽ വെള്ളപ്പേപ്പർ കൊണ്ട് എഴുതണം, അക്കമിട്ട് റെഫറൻസ് സഹിതം കൊണ്ട് എഴുതണം. എന്നിട്ട് പുസ്തകം അടയ്ക്കണം, പേന ക്യാപ്പിടണം, മുഴങ്കാലം കൊണ്ട് ഇരിക്കണം. ഈ എഴുതിയ പേപ്പർ നെഞ്ചത്തോട്ട് അടുപ്പിച്ചിട്ട് പറയണം, കർത്താവേ അങ്ങ് പറഞ്ഞപ്പോൾ ഇതൊക്കെ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നോക്കിയതെന്ന് പറ കർത്താവേ. എന്നെ നോക്കി അവിടെ നിന്ന് ഒന്ന് പറഞ്ഞേ, ഒരു വാക്കെന്ന് കൽപ്പിച്ച കർത്താവേ. ഉണ്ടാകട്ടെ എന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ ഉണ്ടാകും. വേർപിരിയത്തിൽ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയിട്ടുള്ള ചില അന്ധകാര വ്യാപാരങ്ങളും ചില അശുദ്ധ സംഗതികളുമുണ്ട്. എന്നെ തകർക്കുമെന്നും തളർത്തുമെന്നും എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുമെന്നും എൻ്റെ പെന്തക്കോസ്ത് അനുഭവത്തെ ഇല്ലാതാക്കുമെന്നൊക്കെ വാദമുന്നയിക്കുന്ന ചില അന്ധകാര വ്യാപാരങ്ങളും അതിൻ്റെ വ്യാപനങ്ങളും അതിൻ്റെ ആവേഗങ്ങളുമുണ്ട്. അതിൻ്റെ സകലവിധമായിരിക്കുന്ന യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് മാറത്തില്ല, എൻ്റെ നാട്ടിൽ നിന്ന് മാറത്തില്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് മാറത്തില്ലെന്ന്. പക്ഷെ വേർപിരിയട്ടെ എന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ, മാറട്ടെ എന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ, എഴുന്നേൽക്കട്ടെ എന്ന് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് സംഭവിക്കും. ഞാൻ വിശ്വസിക്കുന്നു. എന്നെ നോക്കിയൊന്ന് പറയണേ. വിവാഹം കഴിഞ്ഞിട്ട് കാലം ഒത്തിരിയായി കർത്താവേ. ഒരു കുഞ്ഞെന്നുള്ളതെൻ്റെ സ്വപ്നമാണ്. പക്ഷെ വൈദ്യശാസ്ത്രം പരീക്ഷിച്ചിട്ട് പറയുന്നു, ഈ ഗർഭപാത്രത്തിൽ ഉണ്ടാകത്തില്ല. ഒരു മുള പോലും പൊടിക്കാത്ത പൂഴി മണ്ണിനെ നോക്കി അതത് തരം വിത്തുള്ള സസ്യങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായല്ലോ. എൻ്റെ കുഞ്ഞുമങ്ങളെ, നീ കേൾക്കുന്നുണ്ടോ? ഇത് എൻ്റെ സഹോദരി കേൾക്കുന്നുണ്ടോ? നീ ഒന്ന് പറ കർത്താവിനോട്, എൻ്റെ ഉദരത്തെ നോക്കിയെന്ന് പറയണേ കർത്താവേ. മോനെ കുഞ്ഞനുജനെ, ജ്യേഷ്ഠ സഹോദരൻ, നിന്നെ ഡോക്ടർ പരിശോധിച്ചിട്ട് കൗണ്ടില്ലെന്നാ നിന്നെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒരുവൻ നിന്നെ നോക്കി ഒരു വാക്ക് കൽപ്പിച്ചാൽ അടുത്ത ഡിസ്ട്രിക്ട് കൺവെൻഷന് നിന്റെ കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ഇവിടെ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? എന്താ എന്ന് ചോദിക്കുന്ന മറ്റുള്ളവരുടെ ചില ചോദ്യത്തിന് മുമ്പിൽ ചുളുങ്ങി നിൽക്കുന്ന ഇടപാട് മാറ്റിയിട്ട് നിനക്ക് നിന്റെ വംശാവലിയുടെ ഒരു തുടർച്ച ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയുന്നവർ ആ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നാഡീനരമ്പുകൾ, ആസ്തിവ്യൂഹങ്ങളിലും മാംസപേശികളും വ്യാപരിച്ച് നിൽക്കുന്ന ചില വ്യാപാര രോഗബന്ധനങ്ങൾ, ചില ആവാഹന ശക്തികളുടെ കടുംപിടുത്തങ്ങൾ, മാറത്തില്ലെന്ന് അവകാശപ്പെടുന്ന ചില ദുഷ്ട വ്യാപാരങ്ങൾ, ചില ദുർമന്ത്രവാദ ശക്തികളുടെ താച്ചിന് കുത്തിയിരുന്ന് ചെയ്തു കൂട്ടുന്ന ചില കൊടിയ പ്രവർത്തികൾ മാറത്തില്ലെന്നാണ് അവർ പറയുക. പക്ഷെ മാറട്ടെ എന്നെ ഉടയവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇന്ന് രാത്രി അത് കേട്ടുപൊട്ടി പുറത്തു പോകും. അത് പടിയിറങ്ങും. നിന്റെ വീട് സ്വതന്ത്രമാകും, നിന്റെ ശരീരം സ്വതന്ത്രമാകും, നിന്റെ കുടുംബം സ്വതന്ത്രമാകും. എല്ലാവിധമായ ശാപദോഷങ്ങളിൽ നിന്നും നീ വിടുതൽ പ്രാപിക്കും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില ശരീരങ്ങൾ സ്വതന്ത്രമാകുകയാണ്. ചില ശരീരങ്ങൾ ഇന്ന് രാത്രി കാലപ്പഴക്കമുള്ള രോഗബന്ധനങ്ങൾ വിട്ടുമാറുകയോ. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ കർത്താവിനെ സ്തുതിക്ക്. സമയം നോക്കണ്ട. ഡിസ്ട്രിക്ട് കൺവെൻഷൻ വന്നിട്ട് നീ വാച്ച് നോക്കിയിരിക്കരുത്. നിന്നോട് സംസാരിക്കുന്ന കർത്താവിന്റെ വാക്കുകളെ കേൾക്ക്. ഒരു വാക്കുമതി കർത്താവേ. Thank you, Jesus. ശുശ്രൂഷ നന്നായി ശോഭിക്കാതിരിക്കേണ്ടതിന് നിന്റെ ഓർമ്മ മണ്ഡലത്തെ കെട്ടിവെച്ചിട്ട് വാക്യം ഓർണം പോലും ഓർമ്മയിൽ വരാതെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോകേണ്ട അനുഭവങ്ങൾ, വീണ്ടും നോട്ട് നോക്കാതെ പഠിക്കാതെ നിനക്കൊന്നും പറയാൻ കഴിയാതെ ബുദ്ധിമണ്ഡലത്തെയും ഓർമ്മ മണ്ഡലത്തെയും കെട്ടിന്ന് രാത്രി പൊട്ടി മാറിയിട്ട് വചനം ഒരു പ്രവാഹം പോലെ നിന്റെ ഉൾത്തടത്തിലേക്ക് വന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായ ഒരു നിയോഗത്തെ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായ ഒരു അഭിഷേകത്തെ ഈ രാത്രിയിൽ ദൈവം അത് പകരുകയാ. ദൈവദാസന്മാരെ ഏറ്റെടുത്ത കർത്താവിനെ സ്തുതിക്ക്. നോട്ട് വേണ്ട പാസ്, നോട്ട് മടക്കി മാറ്റിവെക്ക്, ഐപാഡ് മാറ്റിവെക്ക്, ഫോൺ മാറ്റിവെക്ക്. മനസ്സിൽ നിന്നൊരു പ്രവാഹമായി വരട്ടെ വാക്യങ്ങൾ.
യെസ്, കർത്താവ് തൊടുക, കർത്താവ് തൊടുക. ഒരൊറ്റ വാക്ക് കൽപ്പിച്ച മതി. നിന്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവനെ കർത്താവ് കീഴ്മേൽ മാറിക്കും. ദേശത്ത് അവകാശമാക്കുന്ന ചില ദൂട്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി തകിടമറിയുകയാ. പ്രാർത്ഥിച്ച് 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 മനം തിരിയുന്നില്ല ഇന്ന് വരെ. എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ മകൾ ഇന്ന് വരെ വിശ്വാസത്തിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് നീ അനുഭവിക്കുന്ന ചില വ്യഥകളുണ്ടല്ലോ, ഈ രാത്രിയിൽ കർത്താവ് അതിന് പരിഹാരം വരുത്തുകയാ. എൻ്റെ കർത്താവ് സൃഷ്ടിതാവാണ്. യെസ്, വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ബുദ്ധിമണ്ഡലത്തെ കർത്താവ് തൊടുന്നു. വലിയ മാറ്റങ്ങൾ ദൈവം വരുത്തും. സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ ബുദ്ധി സാമർഥ്യം ഇല്ലായ്മയും ഓർത്തൊന്നും വേവലാതിപ്പെടല്ലേ കേട്ടോ, മമ്മിമാര് പപ്പമാര്. സ്തോത്രം. ബുദ്ധിക്ക് വൈകല്യമുള്ളൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ടൊരു സുമുഖനായ യുവാവും ഒരു യുവതിയും ഒരു ദൈവദാസൻ്റെ അരികിൽ വന്നു. യേശുവിനെ അറിഞ്ഞ അന്ന് മുതൽ ക്രിസ്ത്യ ജീവിതത്തെ മാന്യമായി സൂക്ഷിക്കുകയും ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാവുന്നതുപോലെ എല്ലാം കൊടുക്കുകയും ചെയ്ത ഞങ്ങൾ, എന്നിട്ട് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനൊരു കുഞ്ഞിനെ ദൈവം എന്തിനാ തന്നേ? അതായിരുന്നു പാസ്സുള്ളവരുടെ ചോദ്യം. ഇങ്ങനൊരു കുഞ്ഞിനെ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഒക്കെ കുഞ്ഞുങ്ങൾ മുറ്റത്തോടിച്ചാടി കളിക്കുമ്പോൾ ചേതനേറ്റതുപോലെ എടുത്തുകൊണ്ട് വെച്ചാൽ അവിടെ ഇരിക്കുന്നൊരു കുഞ്ഞിനെ എന്തിനാ ദൈവം ഞങ്ങൾക്ക് തന്നെ? ഞങ്ങൾ നടത്തിയ ഉപവാസവും പ്രാർത്ഥനകളും വിശുദ്ധ ജീവിതത്തിൻ്റെ വഴിത്താലുകളും ദൈവം അറിയാതെ പോയോ? പാസ് ന്യായമായി മറുപടി പറയാൻ പറഞ്ഞു. ആ കുഞ്ഞിനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നെഞ്ചോടടുപ്പിച്ചിട്ട് പാസ് പറഞ്ഞു, ദൈവത്തിൻ്റെ കയ്യിൽ ഇങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ ആർക്ക് കൊടുത്താൽ ഇവൻ സൂക്ഷിക്കപ്പെടുമെന്ന് ദൈവം അന്വേഷിച്ചപ്പോൾ നിങ്ങളെ കിട്ടിയത്. വേറെ ആർക്ക് കൊടുത്തിരുന്നെങ്കിലും അവനെ വല്ല സന്നദ്ധ സംഘടനയിൽ അവർ കൊണ്ട് കളഞ്ഞേനെ. നിങ്ങളിവനെ പൊന്നുപോലെ നോക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നുണ്ട്, നിങ്ങളെ ഏൽപ്പിച്ചതാ. ദൈവത്തിൻ്റെ ദാനമാ, കൊണ്ടുപൊക്കോളം പറഞ്ഞു. ദൈവദാസൻ്റെ പരിജ്ഞാനത്തോടെയുള്ള വാക്കുകളെ കേട്ടപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് നിന്ന് കുഞ്ഞിനെ വാരിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞു. സ്തോത്രം. നമുക്ക് സംഭവിച്ചതൊക്കെ ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല, നമ്മളെ നന്നായി അറിയാവുന്ന ദൈവം നമുക്ക് നൽകിയതാണ്. പക്ഷേ ഇന്ന് രാത്രി ആത്മനിറവോടെ തേജോമയനായ ദൈവത്തിൻ്റെ മഹത്വമുള്ളൊരു സാന്നിധ്യം അവിടെ ഇറങ്ങി ഉലാവുന്നുണ്ട്. ആ മഹത്വ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് പറയാൻ എനിക്ക് നിയോഗം കിട്ടിയൊരു ഒരു ചിന്ത ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലത്തോട് പോരാടുന്ന ചില പോരുകളെ കർത്താവ് ഇറക്കി വിടും. ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുഞ്ഞൊന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നീ വിധി എഴുതിയെങ്കിൽ വിസ്മയാവഹമായ നിലയിൽ നിന്ന് നമ്മുടെ തലമുറകളെ ഉയർത്താൻ കഴിയുന്ന ദൈവശക്തിയുടെ വ്യാപാരം പെയ്തിറങ്ങും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. തലമുറ ഓർത്ത് നീ വേവലാതിപ്പെടേണ്ട, തലമുറ ഇല്ലെന്നോർത്ത് നീ വേവലാതിപ്പെടേണ്ട, കുഞ്ഞിന് പറ്റിയ ഏതെങ്കിലും ബുദ്ധി വൈകല്യത്തെ ഓർത്ത് നീ വേവലാതിപ്പെടേണ്ടെന്ന് കർത്താവിന് ചില പ്രവൃത്തിയുണ്ട്. യെസ്, ആ കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ ശക്തമായി. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1:16 വരെ ആയുള്ളൂ. 17ാമത് വാക്യം ഗംഭീരമാണ്. ദൈവമക്കൾ എല്ലാവരും ഓർത്തോണം, ദൈവദാസന്മാരെല്ലാവരും ഓർത്തോണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 17ാം വാക്യത്തിലേക്ക് ഇറങ്ങിയാൽ കയറി വരാൻ ഭയങ്കര പാടാ. ആടെ കൈത്തലേക്ക് ചാടിയതുപോലെ ഇരിക്കും. 2 പ്രയോഗങ്ങൾ ആ വാക്യത്തിലുള്ളത് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ. 1:17 വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ഉപ്പുതറ ആ പ്രയോഗം ശ്രദ്ധിക്കണം. വേദപുസ്തകത്തിൻ്റെ ആ പ്രയോഗത്തിൻ്റെ മഹിമ ശ്രദ്ധിക്കണം. സർവ്വത്തിനു മുൻപേ ഉണ്ടായവൻ എന്നല്ല, സർവ്വത്തിനു മുൻപേ ഉണ്ടാക്കപ്പെട്ടവൻ എന്നുമല്ല. മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. ഉള്ളവൻ എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവൻ, ഒടുക്കമില്ലാത്തവൻ, ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, ജനനമില്ലാത്തവൻ, മരണമില്ലാത്തവൻ. നല്ല മലയാളിക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം, ജയന്തി ഇല്ലാത്തവൻ, സമാധി ഇല്ലാത്തവൻ. അതാണ് മുൻപേ ഉള്ളവൻ. അത് വേറെ ആരുമല്ല, എൻ്റെ കർത്താവ് മാത്രമാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? മുൻപേ ഉള്ളവൻ, സർവ്വത്തിനും മുൻപേ ഉള്ളവൻ. അതുകൊണ്ട് യേശുവിൻ്റെ പേര് നിത്യനായവൻ. നിത്യനെന്ന യേശുവിൻ്റെ പേര് എത്ര പേര് വിശ്വസിക്കുന്നു? സുഹൃത്തുക്കളെ കേൾക്കണേ, ഈ നിത്യനായവന് മാത്രമേ നിങ്ങളെ നിത്യതയിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഈ നിത്യനായവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്.
ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ സജ്ജമാക്കിയിട്ടുള്ള വാർഷിക യോഗങ്ങളായി ഇവിടെ നടന്നു വരിക. അതുകൊണ്ട് നിത്യജീവൻ പ്രാപിച്ചോണം. അതാണ് 17-ാം വാക്യത്തിൻ്റെ 1-ാമത്തെ ഭാഗം. മനസ്സിലായോ? അടുത്ത 2-ാമത്തെ ഭാഗം ഗംഭീരമാണ്. സകല മമ്മിമാരും കേട്ടോണം, പപ്പമാരും കേട്ടോണം. സർവത്തിനും ആധാരമായ ക്രിസ്തു. സർവത്തിനും ആധാരം, അടിസ്ഥാനം കർത്താവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ ആധാരം, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ആധാരം. നിംസും കിംസും മിംസും കോസ്മോപൊളിറ്റനും സ്ലീബ മെഡിക്കൽ കോളേജൊന്നും അല്ല തീരുമാനിക്കാൻ നമ്മുടെ ആയുസിൻ്റെ ആരോഗ്യം. മനസ്സിലായോ? എത്ര പേര് മനസ്സിലായിട്ടുണ്ട്? നമ്മുടെ ഹാർട്ടിൻ്റെ വാൽവ് എത്ര നാൾ നിൽക്കുമെന്ന്, കിഡ്നി എത്ര നാൾ നിൽക്കുമെന്ന്, യൂട്രസ് എങ്ങനെ പ്രവർത്തിക്കുമെന്നൊക്കെ ഉള്ളത് ഏതെങ്കിലും സ്പെഷ്യൽ ഡോക്ടർമാരോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റോ അല്ല തീരുമാനിക്കുന്നത്. ആരോഗ്യത്തിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. യേശുവിൻ്റെ മഹത്വം അതാണ്. ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. കാശ് മുഴുവനും കൊണ്ടുകൊടുത്ത് ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കി ചെലവാക്കിയ തുക ആകപ്പാടെ കൂട്ടി കുണിച്ച് ഹരിച്ചു നോക്കിയാൽ ഒരു വമ്പൻ തുകയായി. അങ്ങ് വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന പൈസ മുഴുവനും വല്ല ഹോസ്പിറ്റലിൻ്റെ മുതലാളിയും കൊണ്ടുപോവുകയാണ്. പെന്തക്കോസ്തിൻ്റെ ഏറ്റവും വലിയ ഉപദേശം രോഗസൗഖ്യമാണ്. രോഗശയ്യയിലെനിക്കു, അതൊക്കെ പാടുമ്പോൾ നമ്മളെ പിടിക്കാൻ 16 പേര് വേണം. മനസ്സിലായില്ലേ? അവൻ്റെ അടിപ്പിടലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നൊക്കെ വൈബ്രേഷൻ ഇട്ട വാക്യം പറയുമ്പം നമ്മുടെ ഭാവം അങ്ങ് മാറുക. പക്ഷെ ലക്ഷങ്ങൾ ഇപ്പം ചെലവാക്കി കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. നിന്റെ ആരോഗ്യത്തിൻ്റെ ആധാരം, നിന്റെ ആയുസിൻ്റെ ആധാരം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മഹത്വപൂർണനായവനെ ഉള്ളിലങ്ങ് ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വ്യാപിക്കുന്നൊരു സൗഖ്യദായക ശാക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഏറ്റെടുക്കാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? നാഡീ ഞരമ്പുകളിലേക്ക് സൗഖ്യം വ്യാപരിക്കപ്പെടട്ടെ. കാൽവരിയിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചത് പാപത്തിന് വേണ്ടി മാത്രമല്ല, ശാപവും വ്യാധികളും മാറ്റാൻ വേണ്ടിയാണ്. അത് അങ്ങനെ അങ്ങോട്ട് വ്യാപരിക്കപ്പെടും. ഞങ്ങൾ ദൈവദാസന്മാർ ഇവിടുന്ന് ഇറങ്ങി ടർക്കിയൊക്കെ വീശി നിങ്ങളുടെ ഇടയിലൂടെ നടക്കുമൊന്നും വേണ്ട. വചനം ഏറ്റെടുത്താൽ സൗഖ്യമാണ്, വചനം ഏറ്റെടുത്താൽ വിടുതല. കാലപ്പഴക്കമായി ശരീരത്തിൽ വ്യാപരിച്ച് നിൽക്കുന്ന ചില രോഗബന്ധനങ്ങൾ പാടിയിറങ്ങുന്ന രാത്രിയാണിത്. ഈ കൺവെൻഷന്റെ 2ാമത് രാത്രി ജീവിതത്തിൽ മറക്കാനാവാത്ത വിധം സൗഖ്യം വ്യാപരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു അനുഗ്രഹിത രാത്രിയായി മാറട്ടെ. അടുത്ത രാത്രികളിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തുടക്കം മുതൽ അവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ മറന്നു കളയരുത്. സർവ്വത്തിനും ആധാരം. ആമേൻ. സർവ്വത്തിനും ആധാരം എന്നുള്ളതിനകത്ത് ഒരു കാര്യം കൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കാം. എന്താണെന്നറിയാമോ? ഉദരബലമായി തന്ന കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. പേടിക്കണ്ട. കുഞ്ഞുങ്ങളിവിടെ ഉപ്പുതറ വഴി ഇങ്ങനെ പരപ്പ് വഴി പരന്ന് നടക്കുമെന്ന് ചിന്തിക്കണ്ട. കർത്താവ് അവളെക്കുറിച്ച് അവനെക്കുറിച്ചൊരു നിർണയം പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവം മുന്നെഴുതിയ ചില സംഗതികളിലേക്ക് നിൻ്റെ കുഞ്ഞിനെ പൊക്കിക്കോളും കർത്താവ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവിടുത്തെ നാട്ടുപ്രമാണിയുടെ വാറ്റുചാരായം ചുമക്കാനും അവൻ്റെ കള്ളത്തടി ചുമക്കാനും അവൻ്റെ കൊട്ടേഷൻ ടീമിലെ അടിപിടി കേസുമായി നടക്കാനും പപ്പാപ്പയുടെ പണി നോക്ക്, മമ്മി അമ്മയുടെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ പോകാനുമല്ല നീ പെറ്റത്. നീ വളർത്തിയത്, വലുതാക്കിയത്. അച്ഛാ, നെറ്റിത്തടം ഉയർത്തി ഇന്നും അധ്വാനിക്കുന്ന നിന്റെ കുഞ്ഞിനെ ഒരു ധാർഷ്ട്യക്കാരനാക്കാനല്ല. നിന്റെ കുഞ്ഞിന് ദൈവം ഒരുക്കാൻ പോകുന്ന അനുഗ്രഹിതമായ വഴികളുണ്ടല്ലോ. ഈ ഒരൊറ്റ വാക്യത്തെ അങ്ങ് തൂങ്ങിക്കോ, ഈ ഒരൊറ്റ വാക്യത്തെ മുറുകെ പിടിച്ചോ. ആധാരം കയ്യിലുള്ള കർത്താവ്, തലമുറയുടെ ആധാരം, തലമുറയുടെ ഭാവിയുടെ ആധാരം കുഞ്ഞുങ്ങളുടെ കർത്താവിൻ്റെ കയ്യിലാ. ആ കുഞ്ഞിനെ കർത്താവ് ഉയർത്തിക്കോളും. ഈ തലമുറകളെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോണം. എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ച പോരാ, വാഗ്ദത്തങ്ങളെ പിൻ ചെയ്യണം. നിന്റെ തലമുറ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ജാതികളുടെ ദേശത്തിൻ്റെ നന്മ അവർ അവകാശമാക്കും. അങ്ങനെ വാഗ്ദത്തമുണ്ട്. യെശയ്യാപ്രവചനം 54:4. നിന്റെ സന്തതി, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. അവരുടെ സമാധാനം വലുതായിരിക്കും. അതിനകത്തൊരു പ്രത്യേക പ്രയോഗമുണ്ട്. നിന്റെ മക്കൾ എല്ലാവരും. ആൻറ്റി എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണത്തെ പറ്റൂ? 2, 3, 4 എത്ര എണ്ണമായാലും അവരെല്ലാവരും. ആ എല്ലാവരും എന്ന പദമുണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് എടുക്കണം. ചില മമ്മിമാർ പറയണം, മൂത്ത മോൻ കുഴപ്പമില്ല പാസേ, മിടുക്കനാ, ഇളയ മോൻ തല്ലിപ്പുളിയാന്ന് പറയും. വാക്യം ഇങ്ങനെ കിടക്കും, നിന്റെ മക്കൾ എല്ലാവരും.
മോള് കുഴപ്പമില്ല പാസേ, മോൻ അങ്ങനെ ആയിപ്പോയി, എന്തോ ചെയ്യാനാ. പക്ഷെ വാക്യം ഇങ്ങനെയാ. ആ വാക്യത്തെ മുറുകെ പിടിച്ച് നീ അവകാശം പറഞ്ഞെന്ന് പ്രാർത്ഥിക്കേ. സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ട് ഈ കാര്യങ്ങളെ പറയും. ദൈവമക്കളുടെ ഒരു വലിയ സമൂഹം ഇവിടെ ഉള്ളത് കൊണ്ട് പറയുക, കുഞ്ഞുങ്ങളെക്കുറിച്ച് തലവേദനയും കൊണ്ട് നടക്കരുത്. നീ കുഞ്ഞിനെക്കുറിച്ച് അരിശിതാവസ്ഥയിലായി പോകരുത്. ഈ വാക്യത്തെ മുറുകെ പിടിക്ക്. യെശയ്യാ 54:13 ഉറക്കെ പറഞ്ഞ് പ്രാർത്ഥിക്ക്. എൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. പപ്പമാരും മമ്മിമാരും അറിയാൻ വേണ്ടി കനമുള്ളൊരു വാഗ്ദത്തം ഞാൻ പറയാം. നീ പ്രസവിച്ചത് ആപത്തിനല്ല. ആ വാക്യം കണ്ട എത്ര പേരുണ്ട്? നീ പ്രസവിച്ചത് ആപത്തിനല്ല എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലായി? നീ പ്രസവിച്ചത് ആപത്തിനല്ല എന്ന് പറഞ്ഞാൽ, മമ്മി താങ്കൾ ജീവിച്ചിരിക്കുമെന്നിൻ്റെ കുഞ്ഞിൻ്റെ മരണം നീ കാണരുത്. പപ്പ താങ്കൾ ജീവിച്ചിരിക്കുമെന്നിൻ്റെ കുഞ്ഞ് നിൻ്റെ മുമ്പിൽ പിടഞ്ഞു തീരരുത്. നീ പ്രസവിച്ചത് ആപത്തിനല്ല. ഒരാപത്ത് കാണാൻ, തലമുറയ്ക്ക് വരുന്ന ഒരാപത്ത് കാണാൻ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. വാഗ്ദത്തങ്ങളെ അറിയാതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നടക്കരുത്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. മനസ്സിലായോ? കേൾക്കണോ ഒരു സംഭവം? ഒരു വിധവയുടെ ഏക പ്രത്യാശ താൻ വളർത്തി വലുതാക്കിയതിൻ്റെ മകനാ. ആ മകൻ മരിച്ചു ഒരു നേരത്ത്. ഭർത്താവ് മരിച്ച വ്യഥ ഒടുങ്ങുന്നതിന് മുമ്പ് താൻ വളർത്തി വലുതാക്കിയതിൻ്റെ മകൻ മരിച്ചു. വീട്ടിലെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് മകൻ്റെ ഭൗതിക ശരീരം കൊണ്ട് അമ്മയും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരെല്ലാം കൂടെ സെമിത്തേരിയിലേക്ക് പോവുക. ആ മകനെ ചുമന്നുകൊണ്ട് പോകുന്ന മഞ്ചം, അതിൻ്റെ പിന്നാലെ അലറിക്കോവി വല്ലാത്ത ഒരു ഭ്രാന്തിയുടെ അവസ്ഥയിൽ അമ്മ, കൂട്ടുകാരികൾ താങ്ങിയിട്ടുണ്ട്. ഈ മഞ്ചം കൊണ്ടിങ്ങനെ പോകുമ്പോൾ ആ വഴി ഓരത്ത് ഒരു ചെറുപ്പക്കാരൻ, സുമുഖനായൊരു ചെറുപ്പക്കാരൻ നിൽപ്പുണ്ടായിരുന്നു. ആരുടെയും അനുവാദമില്ലാതെ, മഞ്ചം ചുമക്കുന്നവരുടെ അനുവാദമില്ലാതെ ചെറുപ്പക്കാരൻ വഴിത്താരയിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുൻപിലൂടെ മഞ്ചം വന്നു. അവനെ മഞ്ചത്തിലെ മൃതശരീരത്തെ തൊട്ട മാത്രയിൽ ശക്തി പ്രവഹിച്ചു. ആ മഞ്ചത്തിൽ മൃതശരീരമായി കിടന്നവൻ ചാടി എഴുന്നേറ്റു. അവനെ കൈകൊടുത്തു ചെറുപ്പക്കാരൻ. അവൻ താഴേക്കിറങ്ങി. ആ അമ്മയുടെ കയ്യിലേക്ക് അവനെ കൊടുത്തിട്ട് പറഞ്ഞു, നീയല്ല ഇവനെ ചുമക്കേണ്ടത്, നാളെ ഒരു വേള ഇവൻ നിന്നെ ചുമക്കും. അതാണ് സംഭവിക്കേണ്ടത്. നീ ഇവനെ കൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞു. ആ അമ്മയുടെ ദുഃഖം മാറി മകനെ കൊണ്ട് അവർ വീട്ടിൽ പോയി. ആ ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ ചെറുപ്പക്കാരന് എത്ര പേർക്ക് പരിചയമുണ്ട്? അങ്ങനെയാണെങ്കിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് നമ്മളോട്, നീ ആപത്തിനായിട്ടല്ല പ്രസവിച്ചത്, നീ അനർത്ഥത്തിനായിട്ടല്ല പ്രസവിച്ചത്. നിന്റെ തലമുറയ്ക്ക് ലഭിക്കപ്പെടാൻ പോകുന്ന നന്മ, നിന്റെ കുഞ്ഞുങ്ങളിൽ ചിലർ ഇതേപോലെ വേദിയിൽ നിന്നുകൊണ്ട് തീപ്പൊരി പ്രസംഗം നടത്തുന്നത് കാണാനുള്ള ഭാഗ്യം, നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യം എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ദൈവം നിന്റെ കുഞ്ഞിനെ ഉയർത്തിക്കൊള്ളും. കാരണം ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ആധാരം കർത്താവിൻ്റെ കയ്യിൽ. വേവലാതിപ്പെടുകയൊന്നും വേണ്ട, ആശങ്കപ്പെടുകയൊന്നും വേണ്ട. കുഞ്ഞുങ്ങൾക്ക് മാർഗം കുറഞ്ഞെന്ന് പറഞ്ഞ് അവരെ തുടുപ്പം കൊണ്ട് തല്ലാനൊന്നും നിൽക്കരുത് മമ്മി. ബാക്കി 4 മാർഗം എന്ത് ചെയ്യുന്നു? കണക്കിന് 46 മാർഗം വാങ്ങിച്ചുകൊണ്ട് വന്ന കൊച്ചിനെ പിടിച്ച് തള്ള തല്ലുക. ബാക്കി 4 മാർഗം എന്ത് ചെയ്യുന്നു? കൊച്ചു ഉഴുന്നവടെ എടുത്ത് കടിക്കാൻ തുടങ്ങിയതാ, തട്ടിക്കളഞ്ഞിട്ട് തള്ള. 4 മാർഗം കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. പിന്നെ പറഞ്ഞ പദങ്ങളൊന്നും പ്രസംഗത്തിൽ പറയാൻ പറ്റത്തില്ല. പൂരാക്കരോ ഡാഷ് 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 ഡാഷ്. പാട്ടുപാടിയാൽ ഈ അമ്മാമ്മയെ പിടിക്കാൻ 16 പേര് വേണം. ആത്മാവിലങ്ങ് ജ്വലിച്ച് പ്രകാശിക്കുന്നതാ. 46 മാർഗം വാങ്ങിച്ച കൊച്ചിൻ്റെ ബാക്കി 4 മാർഗം എന്ത് ചെയ്യുന്നു? തല്ലുകൊള്ളാതിരിക്കാൻ കൊച്ചു ഓടിച്ച് അപ്പനെ കെട്ടിപ്പിടിച്ചു. പപ്പ എന്നെ തല്ലുന്നു. പപ്പ ക്ലാസ്സിൽ ഞാനാ ടോപ്പ്, 46 വേറെ ആർക്കും ഇല്ല പപ്പ, എനിക്ക് മാത്രമേ ഉള്ളൂ. ടീച്ചർ എന്നെ വിളിച്ചു നിർത്തി വെരി ഗുഡ് പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ വിളിച്ചു നിർത്തി എന്നെ അനുമോദിച്ചു, ആശ്ലേഷിച്ചു. ഒരിക്കലും ഞങ്ങളുടെ ടീച്ചർ ആരുടെയും കവളത്ത് മുത്തം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ടീച്ചർ എൻ്റെ കവളത്ത് മുത്തം തന്നാ പപ്പ. 46 മാത്സിന് എനിക്ക് മാത്രമേ ഉള്ളൂ. തള്ള അന്നേരം തുടുപ്പും കൊണ്ട് അവിടെ വന്നു. മഹോദരവും നിന്റെ സിദ്ധാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട, 4 മാർക്ക് എത്തിയെന്ന് പറഞ്ഞിട്ട് കഴിച്ചാൽ മതിയെന്ന്. അപ്പം അപ്പൻ വട്ടം ചുറ്റി പിടിച്ചില്ലേ, 46 മതി, നീ അടങ്ങ്. അപ്പോൾ ഇവരുടെ അവസാനത്തെ ഒരായുധം എന്തോന്നറിയാമോ? അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലേ ശരിയാകത്തില്ലെന്ന്. അതോടെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്കൊരാശ്വാസമായി. പുള്ളിയുടെ ആദ്യത്തെ കൂടിയിലേ അല്ല, ഇവർ തമ്മിലുള്ള കൂടിയില്ലേ. എന്നാലും 4 മാർക്ക് കുറഞ്ഞപ്പം നിങ്ങളുടെ അല്ലേന്ന്. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിന് 50 ഉണ്ടായിരുന്നു. എൻ്റെ മോളല്ലേ വാങ്ങിക്കുമെന്ന് എനിക്കറിയാം. ഈ മാർക്ക് പറയുമ്പോൾ പിതൃത്വം മാറുന്ന എങ്ങനെയാണെന്ന് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അപ്പൻ്റെ കയ്യിൽ ആ കൊച്ച് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തല്ലാൻ പറ്റത്തില്ലെന്നുള്ളത് കൊണ്ട് ഏതാണ്ട് പെറുപിറുത്ത് അങ്ങ് പോകും അടുക്കളയിലോട്ട്.
തള്ള അങ്ങ് പോയി കഴിഞ്ഞപ്പം അപ്പനോട് കൊച്ചു ചോദിച്ചു, പപ്പ 46 മമ്മിക്ക് 4 മാർക്കിനോട് ഇത്ര വലിയ താല്പര്യം എന്തോന്ന് ചോദിച്ചു. പുള്ളിക്കാരി പരിസരത്തെങ്ങുമില്ല, കേൾക്കത്തില്ലെന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ ആ രഹസ്യം പറയാം, നീ മമ്മിയോട് ഒരിക്കലും പറയല്ലേ. ഇല്ല പപ്പ, പറയത്തില്ല, പറയാൻ പറഞ്ഞു. പ്രോമിസ്? പ്രോമിസാ പപ്പ. അപ്പോൾ പറഞ്ഞു, മമ്മിക്ക് കണക്കിന് ആകെ കിട്ടിയതായി 4 മാർക്ക്, അത് എന്ത് ചെയ്യുന്നായി ചോദ്യം. മനസ്സിലായോ? നമ്മൾ വാങ്ങിച്ചൊക്കെ നമുക്കറിയാമല്ലോ എത്ര. അതുകൊണ്ടല്ലേ നമ്മുടെ SSLC ബുക്ക് ഇന്ന് വരെ പിള്ളേരെ കാണിച്ചിട്ടില്ലോ? ഉണ്ടോ? ഇല്ല, എവിടെയോ കൊണ്ട് മാറ്റി വെച്ചിരിക്കുക. പക്ഷെ അവർ കണ്ടിട്ടില്ലെന്നൊക്കെ ഉള്ളത് നമ്മുടെ വിചാരം. അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് സഹിതം അവരുടെ ഉണ്ടായി. അതുകൊണ്ട് സൂക്ഷിച്ചിടപെട്ടോണം. കുഞ്ഞുങ്ങളെ വളരെ പ്രാർത്ഥനയോടെ കരങ്ങളിൽ അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രാർത്ഥിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചോണം. ദേ കേട്ടെ, അവരുടെ ഭാവിയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. അതാണ് 17-ാം വാക്യം. ഞാൻ ദൈവദാസന്മാരോട് പറയുന്നു, ശുശ്രൂഷയുടെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നമ്മൾ BTH പഠിച്ചതും BD പഠിച്ചതും PhD പഠിച്ചതും MDU പഠിച്ചതൊന്നുമല്ല. ഇതിനപ്പുറത്ത് കർത്താവിൻ്റെ കയ്യിലൊരു ആധാരമുണ്ട്. അതാണ് നമ്മെ ശുശ്രൂഷയിൽ ശക്തമായി ഉപയോഗിക്കുന്നത്. ബോധ്യമാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. മുൻപോട്ട് പോകാം. 17-ാം വാക്യമല്ലേ? 18-ാം വാക്യം സഭയുടെ തലയായ ക്രിസ്തു. 19-ാം വാക്യം ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തു. 20-ാം വാക്യം രക്തം കൊണ്ട് നമുക്ക് സമാധാനമുണ്ടാക്കിയ ക്രിസ്തു. കൊലോസ്യ ലേഖനമാണ്, കൊലോസ്യ ലേഖനം 1:20. രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കിയ ക്രിസ്തു. 21, 22 നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തു. പിന്നെ വായിച്ച് പഠിച്ചെടുത്തോണം ഇതെല്ലാം. 23-ാമത് വാക്യം എന്താണെന്നറിയാമോ? സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിക്കപ്പെടേണ്ട സുവിശേഷമായ ക്രിസ്തു. 25-ാം വാക്യം സഭയുടെ സുഗമമായി നടത്തിപ്പിന് നമുക്ക് ഉദ്യോഗം നൽകിയ ക്രിസ്തു. 25. 27-ാമത് വാക്യം നമ്മെ തികഞ്ഞവനാക്കി നിർത്തുന്ന ക്രിസ്തു. നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്ന ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു. 28-ാം വാക്യം നമ്മെ എല്ലാവരെയും തികഞ്ഞവനാക്കി നിർത്തുന്ന ക്രിസ്തു. അപ്പോൾ 1-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ തികവ് ഈ നിലയിൽ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുക. ഇതാണ് ക്രിസ്തു. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട്? ഹല്ലേലൂയ. പുറത്തുനിന്ന് കൊലോസ്യ ലേഖനത്തിന് വെളിയിൽ നിന്ന് ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. പ്രൈസ് ദി ലോർഡ്. നിർത്താം എന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നൊരു സുഖമാണല്ലോ. ഓക്കെ. റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം. എന്ന സുഖമുള്ളൊരു വാക്യാന്നറിയോ? ആശങ്കകളും ഉത്കണ്ഠകളും ആവലാദികളും വേവലാദികളും പാടെ പരിത്യജിച്ച് തൻ്റെ ഇടത്തോടെ നെഞ്ചുപിരിച്ച് ക്രിസ്ത്യ ജീവിതം നയിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഗംഭീരമായൊരു വാക്യമാണ് റോമർ 9:5. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നൊരു വാക്യം. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു, ക്രിസ്തു സർവത്തിനും മീതെ ദൈവമാണ്. ആ വാക്യത്തിന് എല്ലാവരും സ്വത്രം പറഞ്ഞില്ലെന്ന് തോന്നുന്നു. പുരുഷവർഗം സ്വത്രം പറഞ്ഞോ? സർവത്തിനും മീതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തു സർവത്തിനും മീതെ എന്ന് പറഞ്ഞാൽ സകല ആഭിചാരങ്ങൾക്കും മീതെ, സകല അന്ധകാര വ്യാപാരങ്ങൾക്കും മീതെ, സകല ശാരീരിക ബന്ധനങ്ങൾക്കും മീതെ, വാർദ്ധക്യ സഹജമായ ക്ഷീണം കൊണ്ട് നിന്നെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന പോരാട്ടങ്ങൾക്കും മീതെ, സകല സാമ്പത്തിക കെടുതികൾക്കും മീതെ, പ്രൈസ് ദി ലോർഡ്, സകല വെല്ലുവിളികൾക്കും മീതെ, സകല പ്രചണ്ഡവാദങ്ങൾക്കും മീതെ. ഞാൻ വിശ്വാസത്തോടെ തുറന്നു പറയാം, ക്യാൻസറിന് മീതെ, ട്യൂമറിന് മീതെ, നിന്റെ കിഡ്നിയുടെ പ്രതിസന്ധികൾക്കും മീതെ, നാം അനുഭവിക്കുന്ന സകലവിധ രോഗബന്ധനങ്ങൾക്കും മീതെ, ഈ ഹാർട്ടിന്റെ വാൽവിന്റെ പ്രവർത്തനക്ഷമതയില്ലെന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയില്ലേ? ആ പ്രതിസന്ധിക്കും മീതെ. യേശു മീതെയാണെന്ന്, യേശുവിന് മീതെ മറ്റാരുമില്ലെന്ന് പഠിച്ചോണം. അങ്ങനെ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. അതാണ് ദൈവത്വത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപം. തീത്തോസ് 2:12 മഹാദൈവമായ ക്രിസ്തു, മഹാദൈവമായ ക്രിസ്തു. തീത്തോസ് 2:12 മറക്കൽ. ഞാൻ ഈ പറഞ്ഞ റോമർ 9:5, തീത്തോസ് 2:12 ഈ വാക്യങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപമാണ്. വെളിപ്പാട് പുസ്തകം 1:8 വിവരിക്കുന്നില്ല. വെളിപ്പാട് 1:8 ഇനി എന്തെങ്കിലും ഉപ്പുതറ വഴി വരുമ്പം ഈ സർവശക്തനായ കർത്താവ് എന്നൊക്കെ ഉള്ളത് വിവരിക്കുക. ഈ വെളിപ്പാട് 1:8 ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, സർവശക്തന. അവനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. കണ്ടോ? നമ്മുടെ കാശ് കൊണ്ട്, റിയാൽ കൊണ്ട്, ദീർഘം കൊണ്ട്, ദറംസ് കൊണ്ട്, ഡോളർ കൊണ്ട്, യൂറോ കൊണ്ട്, പൗണ്ട് കൊണ്ട്, ബന്ധുബലം കൊണ്ട്, സ്വാധീനത കൊണ്ട്, രാഷ്ട്രീയ ബന്ധം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത പലതും ചിലതുമുണ്ട്. പക്ഷേ എൻ്റെ കർത്താവ് സർവശക്തനാണ്. കർത്താവിനെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ സംഘടനകളും നമ്മുടെ കൂട്ടായ്മകളും ഒക്കെ പലപ്പോഴും പലതിനും പരാജയപ്പെടുമ്പോൾ എൻ്റെ കർത്താവ് സർവത്തിനും മീതെ ദൈവമായതുകൊണ്ട്, മഹാദൈവമായതുകൊണ്ട്, സർവശക്തനായതുകൊണ്ട് ആ കർത്താവിൽ
നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും കൂടെ പറയട്ടെ. 3:4 കൊലോസ്യർ 3:4 ഇങ്ങനെ പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമോ എന്തോ ചെയ്യും? അവനോടുകൂടെ. എത്ര പേർക്ക് ഉറപ്പുണ്ട് കർത്താവ് വരുമ്പോൾ പോകും? സ്തോത്രം. കരങ്ങൾ ഉയർത്തിയതിന് സ്തോത്രം പറഞ്ഞതിന് നന്ദിയുണ്ട്. പക്ഷേ പോകുന്നതിൻ്റെ യോഗ്യതകൾ കേൾക്കണം. പോകുന്നതിൻ്റെ യോഗ്യതകൾ എന്താണെന്നറിയാമോ? ഒന്ന്, ക്രിസ്തുവിനുള്ളവരാകണം. ആരാകണം? 1 കൊരിന്ത്യർ 15:23 ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. Those who belongs to Jesus. വിവരിക്കുന്നില്ല. ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിനുള്ളവർ ആരാന്നറിയാമോ? ഗലാത്യലേഖനം 5:24 ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്തവരാ? ക്രൂശിച്ചവരാ. അപ്പം ജഡത്തെ ക്രൂശിക്കാത്തവരാരും ആർക്കുള്ളതല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ തല്ലാൻ നിൽക്കുന്നവനും കൊല്ലാൻ നിൽക്കുന്നവനും ചവിട്ടിപ്പൊളിക്കാൻ നിൽക്കുന്നവനൊന്നും ക്രിസ്തുവിനുള്ളവനല്ലെന്ന് മനസ്സിലായി. നാവിനെ അടക്കാനും മനസ്സിനെ അടക്കാനും ഒന്നും കഴിയാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. മനസ്സിലായി. എൻ്റെ വല്യപ്പച്ചൻ മുൻകോപിയായിരുന്നു, വല്യപ്പച്ചൻ്റെ അപ്പച്ചനും അങ്ങനെ ആ മുൻകോപം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. മുൻകോപവും സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ പരമ്പരാഗതമായി കൈമാറി വന്നാണെന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. ക്രിസ്തുവിനുള്ളവൻ ജഡത്തെ അടക്കം ചെയ്യുന്നവനാണ്. ക്രിസ്തുവിനുള്ളവൻ ഏതെങ്കിലും വിധത്തിൽ മാംസം ഉലഞ്ഞു പോകാതെ, ജഡം ഉലഞ്ഞു പോകാതെ ജഡത്തെ ക്രൂശിച്ചവനാണ് ക്രിസ്തുവിനുള്ളവൻ. സൗമ്യത, ശാന്തത, ശാലീനത, കരുണ, ദയ ആദിയായ സദ്ഗുണങ്ങൾ കണ്ടോ, താഴ്മയോടെ വിനീത വിധേയമായ നിലയിൽ ക്രിസ്തുവിൻ്റെ സഹന ത്യാഗങ്ങളോടെ ജഡത്തെ സൂക്ഷിക്കുന്നവനാ ക്രിസ്തുവിനുള്ളവൻ. വിമർശനമോ വിരോധമോ വിദ്വേഷമോ വിഭാഗിക മനോഭാവങ്ങളോ ഇല്ലാതെ, ലോകത്തോട് ഇടപഴകാതെ, ലോകത്തെ ജയിച്ച്, ജഡത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, പാപത്തെ ജയിച്ച് ക്രിസ്തുവിനെ പോലെ നിലകൊള്ളുന്നവനാ ക്രിസ്തുവിനുള്ളവർ. അവരാണ് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുക. ഹല്ലേലൂയ. അപ്പം വാചകം മറക്കരുത്. ഒന്ന്, ക്രിസ്തുവിനുള്ളവർ. രണ്ടാമത്തെ കേൾക്കണം. 1 യോഹന്നാൻ ലേഖനം 2:28 1 യോഹന്നാൻ 2:28 അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന്, അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. കണ്ടോ? അപ്പോൾ ഒന്ന്, ക്രിസ്തുവിനുള്ളവർ. 2, ക്രിസ്തുവിൽ ഉള്ളവരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്. രണ്ടും രണ്ടാണെന്ന് മറന്നു പോകരുത്. ഒന്നാമത് പറഞ്ഞ എന്തോ? ഒന്നാമത് പറഞ്ഞ എന്തോ? ക്രിസ്തുവിനുള്ളവർ. രണ്ടാമത് പറഞ്ഞ എന്തോ? ക്രിസ്തുവിൽ. those who are in Christ. ആദ്യം പറഞ്ഞത് those who are belongs to Christ. രണ്ടാമത് പറഞ്ഞത് those who are in Christ, not with Christ but in Christ. ക്രിസ്തുവിന്റെ കൂടെയുള്ളവരല്ല, ക്രിസ്തുവിൽ ഉള്ളവരാണ് എടുത്തുകൊള്ളപ്പെടുന്നത്. 1 യോഹന്നാൻ 2:28 നന്നായി പഠിച്ചാൽ മതി. അവനിൽ വസിപ്പീൻ. അവനോട് കൂടെ വസിക്കാനല്ല, അവനിൽ. അതുകൊണ്ട് കർത്താവ് യോഹന്നാൻ 15:7 പറയുന്നത്, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം. വചനം നമ്മിൽ വസിക്കണം, നാം ക്രിസ്തുവിൽ വസിക്കണം. അങ്ങനെ വസിച്ചാൽ നാം എടുത്തുകൊള്ളപ്പെടും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഉപ്പുതറയിലെ ക്രൈസ്തവ ജനതയോട് മാത്രമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ. ക്രിസ്തുവിന്റെ മരണയടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം, അതിൻ്റെ തനിമയോടെ ഏറ്റവരും എടുത്തവരും ആരുണ്ടോ അവരെ കയറി പോകത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ. കണ്ടോ? ആരോട് ചേരാനാ? ക്രിസ്തുവിനോട് ചേരുവാൻ. ഗലാത്യലേഖനം 3:27 വാക്യം. അപ്പോൾ റോമർ 6:3 ആദ്യം പറഞ്ഞത്. ഗലാത്യർ 3:27 വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എന്തോ ചെയ്തിരിക്കുന്നു? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നാനമേറ്റ ദൈവമക്കൾ എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതിന് മഹത്തായ ശുശ്രൂഷയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ പ്രിയരെ? തുടക്കത്തിൽ ഞാൻ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു, ഒടുക്കത്തിലും സ്നാനത്തെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. സ്നാനമെന്ന് പറയുന്നത് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. നമ്മുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന മിശിഹ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. കോനാട്ട് മാത്തൻ മൽപ്പാൻ അവர்கள் തയ്യാറാക്കിയ പക്ക സുറിയാനി ഭാഷാന്തരത്തിൽ ഈശോ മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ, അപ്പോൾ മുങ്ങുകയും ചെയ്തു, പൊങ്ങുകയും ചെയ്തു. അപ്പോസ്തലൻ അങ്ങനെ അത് നിർവഹിച്ചത്. എഴുതി വെച്ചിരിക്കുന്നതും അങ്ങനെയാണ്. അതിൻ്റെ രീതിശാസ്ത്രം അങ്ങനെയാണ്. എന്തിനാണ് മുങ്ങുന്നത്? അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ്. കണ്ടോ? എന്തിനാണ് പൊങ്ങുന്നത്? പുനരുദ്ധാനത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ്. അപ്പോൾ യേശുവിൻ്റെ മരണയടക്ക പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം അതിൻ്റെ തനിമയോടെ ചെയ്യാനാണ്. അരക്കൊപ്പം വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന ദൈവദാസന്റെ അരികിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങിച്ചെന്നതൊരു ദിവസം. മനസ്സിലായോ? സ്തോത്രാർപ്പണങ്ങളോടെ, ഭക്തിയോടെ, ഭയത്തോടെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന മുമ്പിൽ നിന്നപ്പം അദ്ദേഹം
അദ്ദേഹം നമ്മെ പരുവത്തിന് പിടിച്ചു നിർത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനൊക്കെ നമ്മൾ ഉവ്വ് 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 അതെ 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 എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഒരു ബ്ലെസ്സിങ് പ്രയർ നമ്മുടെ തലയിലോട്ട് കൈവച്ച് നടത്തിയിട്ട്, നിന്റെ വാമൊഴിയിൻ പ്രകാരം വിശുദ്ധ തിരുവെഴുത്തുകളും പ്രകാരം ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജലത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചൊരൊറ്റ മുക്കിയപ്പോൾ അണിവിരൽ പോലും പുറത്തു വന്നില്ല. മുടിനാരഴ പോലും ജലപ്പരപ്പിൽ പൊന്തിക്കിടന്നില്ല. പൊണ്ണക്കാരനായി ഇറങ്ങി വന്നേ. പക്ഷേ പാസയുടെ കയ്യിൽ താങ്ങി പിടിച്ച് താത്തു. ആൻറ്റി ശ്രദ്ധിക്കണേ, പിടിച്ച് താത്തത് വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണെങ്കിൽ താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് വാശി തീർക്കാനല്ല, അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കുക. അടക്കിയ മൃതശരീരം നമ്മൾ 5-6 പേരും വാരിയിട്ട മണ്ണുകൊണ്ട് തീർന്നില്ലല്ലോ, ഇട്ടോ? അങ്ങനെ തീർന്നില്ല. നമ്മൾ ഓരോ പിടി മണ്ണിട്ടു, പ്രധാന കാർമ്മികൻ അടക്കമുള്ളവരിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു പോന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയല്ലത്. വെട്ടിക്കയറ്റിയ മണ്ണ് മുഴുവനും ഇട്ട് ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറഞ്ഞ് ഒട്ടിച്ചു വെച്ചതും ഗിൽറ്റിട്ട പെട്ടി ഒന്നും കാണാത്ത പരുവത്തിൽ അതിനെ മൊത്തം മൂടി എന്നതുപോലെ പാപത്തിൽ മരിച്ച വ്യക്തിയെ വെള്ളത്തിൽ അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാനാണ് പിടിച്ച് താക്കുന്നത്. പക്ഷേ യേശു അടക്കപ്പെടുക മാത്രമല്ല ഉയർക്കുകയും കൂടെ ചെയ്തു. അതുകൊണ്ട് പിടിച്ച് നമ്മൾ ഉയർത്തുന്നു. അങ്ങനെ അടക്കത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്ന സ്നാനം ആ പരുവത്തിൽ ചെയ്യാത്തവരാരും പുനരുദ്ധാനം പ്രാപിക്കത്തില്ല. എവിടെ വാക്യമുണ്ടോ? ഉണ്ട്. ഏതാ വാക്യം? റോമാലേഖനം 6-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അപ്പം മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചില്ലെങ്കിലോ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കത്തില്ല. അതുകൊണ്ട് കാഹളം മുഴക്കി കർത്താവ് വരുമ്പോൾ കല്ലറ തുറന്ന് പുറത്തു വരണമെങ്കിലും ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടണമെങ്കിലും സ്നാനം ഒരു പ്രധാന ഘടകമാണെന്ന് ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചേ. പക്ഷേ സ്നാനപ്പെട്ട മാത്രം പോരാ. സന്ദേശത്തിന്റെ ആരംഭത്തിൽ കൊലോസ്യ ലേഖനത്തിന്റെ വിവരണത്തിൽ സ്നാനാനന്തര ജീവിതത്തിന്റെ ധർമ്മകർമ്മങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിയോജിച്ച് പഠിച്ചോണം. സ്നാനപ്പെട്ടിട്ട് എങ്ങനെങ്കിലും ജീവിക്കരുത്, ജീവിക്കേണ്ടതുപോലെ ജീവിക്കണം. പ്രധാനമായൊരു ദൈവശാസ്ത്രം കൂടെ കേട്ടു. ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ നമ്മൾ ആരായെന്നറിയാമോ? ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ എന്തുവായി? 1 കൊരിന്ത്യർ ലേഖനം 6-17 വാക്യം. 1 കൊരിന്ത്യർ 6-17 അവിടെ ഇങ്ങനെ പറയുക, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി എന്തുവാകുന്നു? ഏക ആത്മാവാകുന്നു. അപ്പം സ്നാനത്തിൽ ക്രിസ്തുവിനോട് നമ്മൾ പറ്റിച്ചേർന്നപ്പോൾ എന്തുവായി? ക്രിസ്തുവുമായിട്ട് ഏകാത്മാവായി. ഏകാത്മാവായി എന്നുള്ള ആ വാക്യത്തിൻ്റെ പൊരുൾ പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി 2:24 പഠിക്കണം. ഉൽപ്പത്തി 2:24 പറയുന്നത്, അപ്പനെയും അമ്മയും വിട്ട് പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ബാക്കി പറ ഒരു ദേഹമാകും. ഭാര്യയോട് പറ്റിച്ചേരുന്ന പുരുഷനും പുരുഷനോട് പറ്റിച്ചേരുന്ന ഭാര്യയും ഒരു ദേഹമേ ആകുന്നുള്ളൂ. പക്ഷെ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ ഏക ആത്മാവാകുന്നു. ആത്മാവിന് മാത്രമേ ആത്മമണ്ഡലത്തിലേക്ക് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാംസരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പറഞ്ഞത് എത്ര പേർക്ക് പൊരുൾ മനസ്സിലായി? സ്നാനപ്പെടണമെന്ന് പെന്തക്കോസ് ഉപദേശി വർഗം പുറകെ നടന്ന് പറഞ്ഞാലും അത് ഉപദേശിമാരുടെ ഒരുമാതിരി തട്ടിക്കൂട്ട ഏർപ്പാടാണെന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ച് കളയുന്നവർ ഇന്ന് രാത്രി വസ്തുത മനസ്സിലാക്കണം. സ്നാനത്താൽ മാത്രമേ ക്രിസ്തുവിനോട് ചേരാൻ പറ്റൂ. ക്രിസ്തുവിനോട് ചേരുന്നവൻ ക്രിസ്തുവുമായി ഏക ദേഹമല്ല, ഏക ശരീരമല്ല, ഏക ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. മരണമില്ലാത്ത മണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആത്മാവായെങ്കിലേ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി? ഈ ബോധ്യം നമ്മുടെ പിതാക്കന്മാർക്ക് ലഭ്യമായി. അവർ നമ്മെ പഠിപ്പിച്ചു. അങ്ങനെയാണ് നമ്മൾ പെന്തക്കോസ്തിന്റെ തനത് ഉപദേശത്തിലേക്ക് വന്നത്. അത് ഭാഗ്യമാണെന്ന് കാണുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അച്ഛനും അമ്മമ്മയും കൂടെ ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ ഒന്നാണ്, ഇരുവരും ഒന്നാകും. പക്ഷേ അത് ആത്മാവല്ല, ദേഹമാണ്. അതുകൊണ്ട് ദൈവദാസൻ സെൻട്രൽ മിനിസ്റ്റർ അടക്കമുള്ള പ്രമുഖരായർ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ മരണം നമ്മെ വേർപിരിക്കുന്ന നാൾ വരെ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാ. മരണം കൊണ്ടൊരാളെ പോയിക്കഴിഞ്ഞാൽ ബാക്കി ആളിന് ഒന്നുകിൽ വൈധവ്യം അല്ലെങ്കിൽ വിഭാര്യത്വം അനുഭവിക്കാം, അതല്ലെങ്കിൽ പുനർവിവാഹം നടത്താം. മനസ്സിലായോ? അപ്പം മരണം കൊണ്ട് ഇവർ തമ്മിൽ വേർപിരിയും. പക്ഷേ സ്നാനത്താൽ ക്രിസ്തുവിനോട് ഏകാത്മാവായവൻ വേർപിരിയുന്നില്ല ഒരിക്കലും. കർത്താവുമായിട്ട് ഒന്നാകുന്നു. ആ കർത്താവിനോട് കൂടെ ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശനം.
ദർശനം. ഇന്ന് രാത്രി സ്നാനമടക്കമുള്ള വിഷയങ്ങളെ ആഴത്തിൽ പഠിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതില്ലാത്ത ഒറ്റ വ്യക്തിയുടെയും കല്ലറ തുറക്കത്തില്ല, ഒറ്റ വ്യക്തിയും രൂപാന്തരപ്പെടത്തില്ല. അതിന് ഭാഗ്യം എനിക്ക് കർത്താവ് തന്നു എന്ന് ബോധ്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ കർത്താവ് എത്രയും വേഗം വരും. എവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന് വരും. എങ്ങനെ വരും? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ടുവരും. എന്തിനാ വരുന്നത്? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ. ആ പ്രത്യാശപൂരിതമായ ദിനങ്ങൾ ഏറ്റവും സമാഗതമായി. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, ഉണരാം. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോവുകയാണ്.